നാം ഇന്ന് ചിന്തിക്കുന്ന ഭാഗം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായമാണ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു നിർത്തിയത് ബാബിലോണിൻ്റെ പതനമാണ്. വാസ്തവത്തിൽ 5 വരെയുള്ള അധ്യായങ്ങളിലേക്ക് ഒരേകദേശ യാത്ര നടത്താനാണ് നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ ഗഹനമായ ഒരു പഠനത്തിനാണ് തുടർന്ന് നാം അവസരം തേടുക. 1-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ ബാബിലോന്യ പ്രവാസത്തിലേക്ക് പോയി. ദ ബാബിലോണിയൻ എക്സിലിംഗ് ടൈം ഓഫ് ഇസ്രായേലൈറ്റ്സ്, അതാണ് ചാപ്റ്റർ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാപ്റ്റർ 2 എ മീനിങ്ഫുൾ വിഷൻ ഓർ എ ഡ്രീം ഓഫ് കിങ് നെബൂഖദ്നേസറാണ് ചാപ്റ്റർ 2. അതിലെ പ്രധാന പ്രമേയം. ആ സ്വപ്നം സംബന്ധിച്ച് നമുക്കറിയാം. രാജാവ് സ്വപ്നം കണ്ടു മറന്നു. സ്വപ്നം മറന്ന രാജാവ് ഭയപരവശനായി. ആ സ്വപ്നത്തിൻ്റെ അർത്ഥമറിയാൻ, ആ സ്വപ്നം എന്തെന്നറിയാൻ 2 കാര്യങ്ങളാണ് രാജാവിന് വേണ്ടത്. ഒന്ന്, തൻ്റെ മറവിയിൽ നിന്നത് ചികഞ്ഞെടുക്കാൻ. 2, അതിനുശേഷം അതിൻ്റെ അർത്ഥം പറയാൻ. പ്രഗത്ഭരായ ആളുകളെ, ഡിവൈനേഷൻ നടത്തുന്ന ആളുകളെ, മാന്ത്രികന്മാരെ ആണ് അന്വേഷിക്കുന്നത്. വിസ്ക്രാഫ്റ്റ്, ഡിവൈനേഷൻ ഇത്യാദി പ്രവൃത്തികൾക്ക് ലോകത്തിലെ പല ഭരണകൂടങ്ങളും എന്നും തയ്യാറായിട്ടുണ്ട്. ക്ഷുദ്രകർമ്മങ്ങൾ, ആഭിചാര പ്രവൃത്തികൾ, മാന്ത്രികന്മാർ ഇവരെയൊക്കെ സഹവസിപ്പിച്ച് വിവാദ പുരുഷന്മാരാകുന്ന ഭരണാധികാരികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ വിവാദമില്ല. കാരണം ഈ രാജ്യം അതിൽ തന്നെ അന്ധവിശ്വാസ ജടിലമായ ഒട്ടേറെ വിഷയന്മാരുണ്ട്, ലക്ഷണ വിദ്യ പറയുന്നവരുണ്ട്. ഇവരുടെ മുമ്പിൽ അവർ കഴിക്കാനാവാത്തൊരു കുരുക്കിട്ട് കൊടുത്തിരിക്കുന്നു രാജാവ്. എന്താ അത്? താൻ കിടക്കയിൽ കഴിഞ്ഞ രാത്രി കണ്ട ദർശനം മറന്നുപോയിരിക്കുന്നു. അത് ഒന്ന് കാണുക വേണം, ആദ്യം അത് പറഞ്ഞു തരണം. അപ്പോൾ someone is to recollect what is the vision and then they have to interpret the vision. 2 വിഷയങ്ങളാണ്. ഒന്ന്, ഈ മറന്നുപോയതെന്തോ അത് ഓർമ്മിപ്പിച്ചെടുക്കണം. 2, അതിൻ്റെ അർത്ഥം പറയണം. ഈ അർത്ഥം പറയുക എളുപ്പമാണ്, കാരണം എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. പക്ഷേ സ്വപ്നത്തിൻ്റെ ആശയം പറയുക അത്ര എളുപ്പമല്ല. സ്വപ്നം കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് രാജാവിനെതിരെ 2 വേണം. ആരും തയ്യാറില്ല. ആളുകളെ വിളിച്ചുകൂട്ടി, ശകുനവാദികളെ വിളിച്ചുകൂട്ടി കാര്യം പറഞ്ഞപ്പോൾ അവർ പറയാണ്, അല്ലയോ രാജാവേ, ആദ്യം ഞങ്ങളോട് നീ സ്വപ്നം പറയണം, ഞങ്ങൾ അർത്ഥം പറയാം. അത് കേട്ട് രാജാവ് പറയുന്നത് നടപ്പില്ല. സ്വപ്നവും പറയണം, അർത്ഥവും പറയണം. ശകുനവാദികളും മാന്ത്രികന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇന്ന് വരെ ഒരു രാജാവും ഒരു ശകുനവാദികളോടും ഒരു മാന്ത്രികന്മാരോടും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെന്താ ഇന്നിങ്ങനെ? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇന്ന് ഇത്തരത്തിൽ അത്ഭുത സിദ്ധിയുണ്ട് എന്ന് കരുതുന്ന പലരുടെയും ചിന്താഗതികളൊക്കെ വ്യാജമാണ്. എന്ന് പറഞ്ഞാൽ ഭാവി, ഭൂതം, വർത്തമാനം ഒക്കെ പറയുന്ന ആൾ എഴുതി വെച്ചിട്ടുണ്ട്. വർത്തമാനമല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. വർത്തമാനം പറയുന്നുണ്ടെന്നുള്ളത് സത്യമാണ്, ബാക്കിയൊന്നും അവിടെ നടക്കുന്നില്ല. ഇങ്ങനെയുള്ളവൻ്റെയൊക്കെ അടുത്ത് പോയാൽ, ഭാവി അറിയാൻ പോയാൽ, ഭാവി അറിയുക മാത്രമല്ല, ഭൂതം പോകാൻ ഇങ്ങനെയുള്ളവൻ്റെ അടുത്ത് പോകാറുണ്ട്. ഏതാ? ഭാവി, ഭൂതം, വർത്തമാനം പറയുന്നവൻ്റെ അടുത്ത് ഭൂതം പോകാൻ ആളുകൾ പോകാറുണ്ട്. ഭൂതമല്ല പോകുന്നത്, നമ്മുടെ ഭാവിയാണ് പോകുന്നത്. കുഞ്ഞുങ്ങളുമായിട്ടൊന്നും ഇങ്ങനെയുള്ളവരുടെ അടുക്കൽ പോകല്ലേ. കാരണം എന്താ? ഭൂതം മാറാൻ പോയതാണ്. പക്ഷെ പോയതെന്താ? ചെന്ന കൊച്ചിൻ്റെ ഭാവി, നമ്മുടെ കൊച്ചുമോൻ്റെ ഭാവി കളയണ്ട, അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. വചനം കർശനമായിട്ട് എതിർക്കുന്നു. ശകുനവാദികളുടെ അരികിൽ പോകരുത്. കർശന എതിർപ്പാണത്. അത്രമാത്രം ബൈബിൾ വെറുക്കുന്ന നീച്ച കൃത്യമാണത്. പക്ഷെ ഒരു രാജ്യം അതിനെ പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ ഇന്ന് അവർക്ക് അതിൻ്റെ അബദ്ധം മനസ്സിലായത്. ഇങ്ങനെ കോടികൾ സമാഹരിച്ച മാന്ത്രികന്മാർ ഈ ബോർഡുമൊക്കെ തൂക്കി അവിടെ ഇരിക്കുക.
അവർ ഭാവി ഭൂതം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണ്ട് വലിയ ഡിമാൻഡാണ്. പക്ഷേ മരണത്തിൻ്റെ വിധി പുറപ്പെട്ടപ്പോൾ ബോർഡെടുത്ത് എല്ലാവരും കളയാൻ തുടങ്ങി, പേടിച്ചുപോയി. വെട്ട് വരാൻ പോവാണ്. രാജാവ് പറഞ്ഞു, ദൈവസന്നിധിയിൽ നിന്ന് വിധി പുറപ്പെട്ട് കഴിഞ്ഞു. ദിസ് ഈസ് പ്രസിഡൻഷ്യൽ ഓർഡർ. ഇത് രാജാവിൻ്റെ പരമാധികാരിയുടെ ഓർഡറാണ്. നിങ്ങൾക്കിതിനെ ലംഘിക്കാനാവില്ല. വിധി പുറപ്പെട്ടു പോയി. നിങ്ങൾ സമയം ദീർഘിപ്പിക്കും തോറും പൊളിവാക്ക് പറയുവാൻ, വ്യാജം പറയാൻ, തമ്മിലൊക്കാനൊരവസരം കിട്ടും. അതുകൊണ്ട് വെട്ട ആരംഭിച്ചോളാൻ പറഞ്ഞു. രാജാവിൻ്റെ ബുദ്ധി കണ്ടില്ലേ, ഇവന്മാർ കള്ളം പറയാൻ അവസരം കൊടുക്കുന്നില്ല. അതാ കള്ളം മാത്രം പറഞ്ഞ് ശീലിച്ചവൻ ഒടിച്ചെന്ന് കുരുക്കണ്ട. ഒരു കള്ളം പറയാൻ പോലും ഒരു അവസരം കിട്ടാതെ കുരുങ്ങിപ്പോവാണ്. എന്തോ ഒരവസ്ഥയാണ്. എന്തുപറ്റി? ഇതാ അടുത്ത ഘട്ടം. വെട്ടാൻ ഉത്തരവിട്ടു. പക്ഷേ വെട്ടാൻ പിടിച്ചത് ശകുനവാദിയല്ല, ഒരു പാവം പ്രാർത്ഥന മനുഷ്യനെ പിടിച്ചു വെട്ടാൻ. അതാകുമ്പോൾ എളുപ്പമാണല്ലോ. ചില ആൾ ഈ നല്ല നല്ല അഭ്യാസമൊക്കെ പഠിക്കും, പക്ഷേ അത് പ്രയോഗിക്കുന്ന പാവപ്പെട്ട ഏതെങ്കിലും ഒരു പാശ്രത്തേകത്താണ്. പുതിയ കലകൾ, അഭ്യാസങ്ങൾ, ജിമ്മ്, ജൂഡോ ഏതാണ്ടെല്ലാം പഠിക്കും. പക്ഷേ തിരിച്ചടിക്കാൻ കെൽപ്പില്ലാത്തൊരുത്തിൻ്റെ ദേഹത്ത് ഇത് പരീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ പരീക്ഷിക്കുന്നത് പോലെ ദാനിയേലിനെ പിടിച്ചു ആദ്യത്തെ വീട്ടിന്. വളരെ സമചിത്തതയോടെ, ആത്മസംയമനത്തോടെ ദാനിയേൽ ചോദിക്കുകയാണ്, ഈ രാജസന്നിധിയിൽ ഇത്രയും കഠിനമായൊരു കൽപ്പന വരാൻ കാരണം എന്താ? അപ്പോൾ പറഞ്ഞ്, അറിഞ്ഞില്ലേ കാര്യമൊക്കെ? അവൻ്റെ ചോദ്യം കേട്ടപ്പോഴേ വെട്ടാൻ വന്നവന് ഒന്ന് ശമിച്ചു. നീ അറിഞ്ഞില്ല കാര്യമൊന്നും. കാര്യം ബോധിപ്പിച്ചു. കാര്യം ബോധിപ്പിച്ചപ്പോൾ യാതൊരു ചിത്തവും കൂടാതെ, സംശയമില്ലാതെ ദാനിയേൽ പറയുക, ഇത്രയുള്ള പ്രശ്നം എന്നെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കാമോ? ഞാൻ പറയാം ഇതിൻ്റെ ഉത്തരം. എൻ്റെ പക്കലൊരു ആൻസറുണ്ട്, ഉറപ്പാണ്. എത്ര വലിയ ആർജവമാണ് പ്രാർത്ഥിക്കുന്ന ഭക്തൻ്റെ. ഒരു രാജ്യം മുഴുവൻ നേരിടുന്ന പ്രതിസന്ധിക്ക് ഉത്തരം പ്രാർത്ഥിക്കുന്നവൻ്റെ ദർശനങ്ങളുടെ കണ്ണാടിക്കുള്ളിലുണ്ട് എന്നത് ഈ വചനം തരുന്ന ഉറപ്പാണെങ്കിൽ, പ്രവാചകൻ കേവലം ഒരു പേരല്ല, അത് കേവലം ഒരു പദവിയല്ല. ദർശകൻ, ഉള്ളിൽ തിളയ്ക്കുന്നവൻ, ആത്മനിർവൃതിയുള്ളവൻ, ആത്മനിറവുള്ളവൻ. ആ പ്രവാചകൻ തൻ്റെ അടുത്തു വന്ന സേവകനോട് പറയുക, എന്നെക്കൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ നിർത്തണം. എന്തൊരു തൻ്റെ ഇടം, എന്തൊരാർജവം. ദാനിയേൽ വന്നു. ആദ്യം പറഞ്ഞത്, രാജാവേ, എനിക്ക് ശേഷം മനുഷ്യരെക്കാൾ ഒട്ടും വിശേഷതയില്ല. നമ്മൾ സമ്മതിക്കാത്തൊരു കാര്യം അങ്ങനെ. നമ്മൾ പറയും, പലരും അവിടെ ചെന്നു ആ പ്രശ്നം പരിഹരിക്കാൻ. അത് നടന്നില്ല. പക്ഷേ 7-ാം ദിവസം ഞാൻ അവിടെ ചെന്നു, പ്രശ്നത്തിനൊരു പരിഹാരമായി. എന്നാൽ ദാനിയേൽ നേരെ തിരിച്ചാണ്. രാജാവേ, ശേഷം മനുഷ്യരെക്കാൾ എനിക്കൊരു വിശേഷതയില്ല. എന്തിനാ പറഞ്ഞെന്നറിയണ്ട? ആവേശം കയറി ചിലപ്പോൾ ഈ രാജാവ് ദാനിയേലിനെ ദൈവമാക്കി കളയും. അതാ വിഷയം. അപ്പം അതുകൊണ്ട് ശേഷം മനുഷ്യരെന്ന് ഞാൻ വ്യത്യസ്തനല്ല. എനിക്കോ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യരിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ല. അടുത്താണ് രസകരവും ആവേശകരവുമായ പ്രഖ്യാപനം. എനിക്ക് വിശേഷതയില്ല, ശേഷം മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തതയില്ല. പക്ഷേ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. എന്തിനാ ഇങ്ങനെ ഇത്രയും കട്ടിക്ക് പറയുന്നേ? ഇയാൾക്ക് ഒത്തിരി ദൈവങ്ങളെ അറിയാം, പക്ഷേ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ അറിയില്ല. നെബൂഖദ്നേസർ രാജാവിന് പല ദൈവങ്ങളെക്കുറിച്ചറിയാം. ഞാൻ പറഞ്ഞു, നദിയുടെ ദേവത, പിന്നെ അഗ്നി ഒരു ദേവനാണ്, വിദ്യാഭ്യാസത്തിന് ദേവത, മദ്യത്തിന് ദേവത. പക്ഷേ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ദർശനം ഏകസത്യ ദൈവത്തെക്കുറിച്ചാണ്. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം. എത്ര അഭിമാനകരമായ കാര്യമാണ്. വിശാലമായ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ്, ക്രമം തെറ്റാതെ അതിൻ്റെ ഓർബിറ്റലിലൂടെ സഞ്ചരിക്കുന്ന ഈ ഭൂമിക്ക് പിന്നിൽ ഒരു സൃഷ്ടാവ്, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ കൃത്യമായ പന്താവിൽ യാത്ര ചെയ്യാൻ കോടാനുകോടി വർഷങ്ങൾ ആ ഭ്രമണചക്രങ്ങളെ തിരിക്കുന്ന ഒരു ജഗത് നിയന്താവ്, സകലത്തിനും കാരണഭൂതനായ ഒരുവൻ, ഒരേ ഒരു ദൈവം. ആ ദൈവത്തെ തിരിച്ചറിയുന്ന നമുക്കും ഉലകത്തോട് മുഴുവൻ വിളിച്ചു പറയാം, ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ, അനേകർക്ക് വേണ്ടി മറവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഹല്ലേലൂയ. ദാനിയേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞിട്ട് സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഭാഗത്തേക്ക് അടക്കുന്നു. ആദ്യം സ്വപ്നം പറയുന്നു. ഈ പ്രവചനം, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം
30 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സശ്രദ്ധം ബാക്കി ആളുകൾ അത് വീക്ഷിച്ചാലും. ഓക്കെ, ദാനിയേൽ 2:30 മുതൽ. എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തനേക്കാളും അധികമായ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല. അധികമായ ജ്ഞാനമുണ്ടായിട്ടേ അല്ല. പിന്നെ രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിനും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടതാണ്. എനിക്ക് വെളിപ്പെട്ടു രാജാവേ. അത് തിരുമനസ്സി അർത്ഥമറിഞ്ഞേ പറ്റൂ. അതെനിക്ക് വെളിപ്പെട്ടു കഴിഞ്ഞു. പറഞ്ഞാൽ വായിക്കാം. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. രാജാവ് കണ്ടത് വലിപ്പമേറിയൊരു ബിംബം. ആ ബിംബം വിശേഷ ശോഭയേറിയതായിരുന്നു. അത് തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും. അപ്പൊ ഗോൾഡൻ ഹെഡ്, തല തങ്കം കൊണ്ട്. പിന്നെ നെഞ്ചും കൈയും വെള്ളി കൊണ്ടും. ചെസ്റ്റ് ആൻഡ് ഹാൻഡ്സ്, അത് വെള്ളി കൊണ്ട്, സിൽവർ. വയറും അരയും താമ്രം കൊണ്ടും. തുട ഇരുമ്പ് കൊണ്ടും. കാൽപാതി ഇരുമ്പ് കൊണ്ടും. ബ്രാസ് ആണ്, കോപ്പർ അല്ല, ബ്രാസ് ആണ്. നെക്സ്റ്റ് പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാല് ഇരുമ്പാണ്, തുട ഇരുമ്പാണ്, കാൽ പാതി കളിമണ്ണും പാതി ഇരുമ്പും. ഈ ബിംബം ഒരു സിങ്ക്രറ്റിക് മെറ്റലാണ് അതിൻ്റെ ആ നിർമ്മാണം. അതിൻ്റെ പ്രത്യേകത കേൾക്കുക. ഒരു മനുഷ്യരൂപം, ഒരു പുരുഷൻ്റെ രൂപം എന്ന് സങ്കല്പിക്കാം. തല തങ്കം കൊണ്ട് ഉള്ളതാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കാട്ടെ. ഇല്ല. നെഞ്ചും കൈയും വെള്ളി കൊണ്ട് ഇല്ല. അപ്പോൾ നമ്മളാരുമല്ല, ഒരു വിശേഷ ശോഭയുള്ള ബിംബം. ചില ആളുകൾ എന്താണ് കേൾക്കുന്നറിയാതെ കൈവെക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാനാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ തല തങ്കം കൊണ്ട്, നെഞ്ചും കയ്യും വെള്ളി കൊണ്ട്, അരയും വയറും താമ്രം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ട്, കാൽപാതി കളിമണ്ണ് പാതി ഇരുമ്പ്. ഈ ക്രമം അനുസരിച്ച് ഒന്ന് പറയാമോ എന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചാട്ടെ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, പഠിക്കാൻ എളുപ്പം. താഴേക്ക് വരുംതോറും വില കുറഞ്ഞു വരും. സ്വർണം, വെള്ളി, താമ്രം, ഇരുമ്പ്, കളിമണ്ണും ഇരുമ്പും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തല തങ്കം കൊണ്ട്, നെഞ്ചും കയ്യും വെള്ളി കൊണ്ട്, വയറ് താമ്രം കൊണ്ട്, അരയും വയറും താമ്രം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ട്, കാൽ പാതി കളിമണ്ണും പാതി ഇരുമ്പും ചേർന്നൊരു മിശ്രിതം, ഒരു ഭീമാകാര മനുഷ്യബിംബം. അത് നിൽക്കുന്ന വിശേഷ ശോഭയുള്ള ഒരു ബിംബത്തെ രാജാവ് കണ്ടു. പിന്നെ തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നു. ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്തു കളഞ്ഞു. ബിംബത്തിന്റെ കാലിൽ ഇരുമ്പും കളിമണ്ണും ചേർന്ന മിശ്രിതത്തിലെ കാഞ്ഞു വന്നടിച്ചു. കൈ തൊടാത്തൊരു കല്ല്. ആ കല്ല് ഇടിച്ച് തകർന്ന് ഈ ബിംബം തവിട്ട് പൊടിയാകുന്ന കാഴ്ച. അപ്പോൾ ഈ കല്ലിന് ഉള്ള ശക്തി ഓർക്കണം, അപാര ശക്തിയാണ്. അല്ലെങ്കിൽ ഇത്രയും ഒരു ഭീമാകാര ബിംബത്തെ അടിക്കാൻ സാധിക്കില്ല. ഈ കല്ല്, അതിൻ്റെ പ്രത്യേകത, ആരും എറിഞ്ഞതല്ല, കൈ തൊടാത്ത ഒരു കല്ല് പാഞ്ഞു വന്ന് ബിംബത്തെ അടിച്ചു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു. എല്ലാ ഭാഗങ്ങളും തകർന്നു. സ്വർണമാണെന്നോ ഇരുമ്പാണെന്നോ വെള്ളിയാണെന്നോ വ്യതിയാനമില്ലാതെ എല്ലാ ഭാഗവും ഒരുപോലെ തകർന്നു. പിന്നെ ഒരുപോലെ തകർന്നു. വേനൽക്കാലത്തു കളത്തിലെ പതിർ പോലെയായി തീർന്നു. വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ, നെല്ല് കൊയ്ത് ശേഖരിച്ചെടുക്കുന്ന വേനൽക്കാലത്തിലെ കോതമ്പും യവവും ഒക്കെ കൊയ്തെടുക്കുന്ന ഒരു കളത്തിലെ പതിര് പോലെ ആയി തീർന്നു ഈ ബിംബത്തിന്റെ അവശിഷ്ടങ്ങൾ, തവിട് പൊടിയായിട്ട്. പിന്നെ ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. എങ്ങും നിലനിൽപ്പില്ലാതെ വണ്ണം കാറ്റ് പറപ്പിച്ചു നശിപ്പിച്ചു ഭീമാകാര ബിംബത്തെ. പിന്നെ ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ബിംബത്തെ അടിച്ച കല്ല് വളരാൻ തുടങ്ങി. വളർന്നൊരു ഭീമാകാര സംഭവമായി മാറി. പിന്നെ ഭൂമിയിലൊക്കെയും നിറഞ്ഞു. അത് വളർന്നു, ഭൂമിയിലൊക്കെയും വളർന്നു. പിന്നെ ഇതത്രേ സ്വപ്നം.
ഈ സ്വപ്നം ഒന്നുകൂടി ഓർത്തെങ്കിലേ അടുത്തതിലേക്ക് സുഗമമായ യാത്ര സാധ്യമാകൂ. എന്തൊക്കെ? രാജാവേ, അങ്ങ് കണ്ടത് വിശേഷ ശോഭയേറിയ വലിപ്പമുള്ളൊരു ബിംബം. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, വയറും അരയും താമ്രം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ട്, കാൽ പാതി കളിമണ്ണ് പാതി ഇരുമ്പ്. ഇതാണ് ബിംബത്തിൻ്റെ രൂപം. ഒരു സമ്മിശ്ര ലോഹബിംബം, ഒരു സിന്തറ്റിക് മെറ്റലുകൾ ചേർന്നുണ്ടായ ഒരു ഐഡൽ. ഇതാണ് കണ്ടത്. ഇത് കണ്ട് രാജാവ് ഭയന്നൊന്നുമില്ല. ബിംബം കണ്ടാൽ സാധാരണഗതി രാജാവ് ഭയക്കേണ്ട കാര്യമില്ല. കാരണം അയാൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ബിംബം ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ്. ഇതിലും വലിയ ബിംബം വേണമെങ്കിൽ പുള്ളി ഒറ്റ നേരം കൊണ്ട് ഉത്തരവിട്ടുണ്ടാക്കും. അതുകൊണ്ട് ബിംബമല്ല പുള്ളിയെ ഭയപ്പെടുത്തിയത്. ബിംബത്തിൻ്റെ കാൽപാദത്തിലേക്ക് കൈ തൊടാത്ത ഒരു കല്ല് പാഞ്ഞു വന്നു കൊണ്ടു. അതുമല്ല ഭയപ്പെടുത്തിയത്. ബിംബം മറിഞ്ഞതൊന്നുമല്ല വിഷയം. ബിംബം മറിഞ്ഞു, അതൊരഘാതമുണ്ടാക്കി. പക്ഷേ അടുത്ത ഘട്ടം ഈ കല്ല് വളരാൻ തുടങ്ങി. വളർന്നു വളർന്നു വളർന്ന് ഒരു മഹാപർവ്വതമായി. ബിംബത്തിൻ്റെ സ്ഥാനം അപഹരിച്ചുകൊണ്ട് കല്ലൊരു മഹാപർവ്വതമാകുന്ന കാഴ്ച രാജാവ് കണ്ട് നടുങ്ങി. ആ നടുക്കത്തിൻ്റെ ഓർമ്മകൾ വിട്ടുമാറും മുമ്പ് സ്വപ്നം മറന്നു. സ്വപ്നം മറന്നവൻ അസഹിഷ്ണുതയോടെ നേരം വെളുത്തപ്പോൾ ഓർത്തെടുക്കാൻ വിമിഷ്ടപ്പെട്ടു. അത് തിരികെ കിട്ടുന്നില്ല. ശകുനവാദികളെ, മാന്ത്രികന്മാരെ ഒക്കെ വിളിച്ചു, വ്യാഖ്യാനിക്കാനാവുന്നില്ല. പക്ഷെ ഒടുവിൽ ദൈവപുരുഷന ദൗത്യമേറ്റെടുത്തുകൊണ്ട് കടന്നു വന്ന് ഉത്തരവാദിത്ത ബോധത്തോടെ സ്വപ്നമാതി പറയുന്നു. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുകയാണ്. അതും തിരുവെഴുത്തിലുണ്ട്, വായിക്കാം. അർത്ഥവും അടിയങ്ങൾ തിരുമനസ്സിനെ അറിയിക്കാം. ഇവിടെ അടിയങ്ങൾ എന്നായി അല്ലേ? നമ്മുടെ പിള്ളേരുണ്ട് കളത്തിൽ, പ്രാർത്ഥനാ മനുഷ്യരായിട്ട് അവർ കൂടെ ഉണ്ട്. ബാക്കി വായിച്ചു. രാജാവേ, തിരുമനസ്സുകൊണ്ട് രാജാതി രാജാവാകുന്നു സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തെല്ലാ ഭരണാധികാരികളെയും വാഴിക്കുന്നത് ദൈവമാണ്. ഐശ്വര്യമൊക്കെ രാജാക്കന്മാർക്കും മന്ത്രിമാർക്കും കൊടുത്തിരിക്കുന്നു. ആ ബോധമുണ്ടാകണം എല്ലാവർക്കും. ഹല്ലേലൂയ. അടുത്തത്, മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്നു. പിന്നെ എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതിയാക്കിയിരിക്കുന്നു. പിന്നെ പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധികാരം നിന്റെ പക്കല. ഒരു കണക്കിന് തങ്കം കൊണ്ടുള്ള തല തിരുമനസ്സാണ് എന്ന് പറയാൻ കാരണമുണ്ട്. ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്നത് വിശ്വ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നാണ് ഹെറോഡോട്ടസ് വിശേഷിപ്പിച്ചത്. ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളെയും ഇത് സ്വാധീനിച്ചു. ഞാനതിന് ചില തെളിവുകൾ കൂട്ടി പറയാം. ലോകത്ത് മിക്ക രാജ്യങ്ങൾക്കും ഭരണഘടനയുണ്ട്. അപൂർവ ചില രാജ്യങ്ങൾക്കാണ് ഭരണഘടന ഇല്ലാത്തത്. കീഴ്വഴക്കങ്ങളെ ആധാരമാക്കി ഭരിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. ഇന്ത്യ പോലെയുള്ള നമ്മുടെ രാജ്യത്തിനുമൊക്കെ ജനാധിപത്യപരമായ ഭരണഘടനയുണ്ട്, ശിക്ഷാ നിയമങ്ങളുണ്ട്. ശിക്ഷണ നടപടികളടക്കമുള്ള നിയമസംഹിതകൾ ലോകത്താദ്യമുണ്ടാകുന്നത് മെസപ്പൊട്ടേമിയയിൽ ആയിരുന്നു. പണ്ട് മെസപ്പൊട്ടേമിയ ഭരിച്ചൊരു രാജാവുണ്ടായിരുന്നു. പേര് ഹമ്മൂറബി എന്നായിരുന്നു. എങ്ങനെ പേര്? ഹമ്മൂറബി. ഹമ്മൂറബി. ഉൽപ്പത്തി 14:1 ഒന്ന് വായിച്ചുള്ളൂ. ഉൽപ്പത്തി 14:1. ശിനാർ രാജാവായ അമ്രാഫെൽ. മതി. ഈ ശിനാർ രാജാവായ അമ്രാഫെൽ ആയിരിക്കണം ചരിത്രത്തിൽ പറയുന്ന ഹമ്മൂറബി എന്നൊരു വാദമുണ്ട്. മനസ്സിലായോ? അത് ശരിയോ തെറ്റോ എന്നുള്ള തർക്കം അവർ തങ്ങൾ തീർക്കട്ടെ. നമുക്ക് അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അമ്രാഫലും ഹമ്മൂറബിയും രണ്ടാണോ? രണ്ടും ഒരാളാണോ? പക്ഷെ ഈ ഹമ്മൂറബിയാണ് തൻ്റെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ അല്പം വളവും അപ്പോൾ തന്നെ ഒരു സ്ക്വയർ വിധത്തിൽ കട്ട് ചെയ്തെടുത്ത കല്ലുകളിൽ 282 അടി വലിപ്പമുള്ള വിസ്തൃതമായ കല്ലുകളിൽ നിയമസംഹിതകളുണ്ടാക്കി തൻ്റെ നാടിൻ്റെ പ്രധാന ഇടങ്ങളിൽ സ്ഥാപിച്ചു വച്ചു.
ആ നിയമങ്ങളിൽ ഹമ്മുറബി എഴുതി, കുറ്റവാളി ഒരാളുടെ കണ്ണടിച്ച് തകർത്താൽ ആ കണ്ണിന് പകരം ന്യായാധിപതി അവൻ്റെ കണ്ണടിച്ച് തകർക്കണം. അങ്ങനെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. മോശയിക നിയമാവലിയടക്കം ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് ഇത്യാദിയുള്ള നിയമസംഹിതകൾ നിലനിൽക്കുമ്പോൾ ആ നിയമസംഹിതകളുടെ മുഴുവൻ തലതൊട്ടപ്പൻ്റെ പേര് ഹമ്മൂറബി. ഹമ്മൂറബി എഴുതിയുണ്ടാക്കിയ നിയമത്തിൻ്റെ പേര് ഹമ്മൂർ അബി കോഡ്. ഈ ഹമ്മൂർ അബി കോഡിൻ്റെ ചുവട് പിടിച്ചാണ് ലോകത്തിലെ പല നിയമങ്ങളും പിൽക്കാലത്തുണ്ടായത്. അതിൽ ഗാർഹിക നിയമമുണ്ട്, അതിൽ സിവിൽ നിയമങ്ങളുണ്ട്, കാർഷിക നിയമങ്ങളുണ്ട്, ജനം പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ നിയമങ്ങളുണ്ടായിരുന്നു. അക്ക 400 പുറ 400 എന്നൊക്കെ പറഞ്ഞ് ഇൻസൈഡിൽ പാലിക്കേണ്ട 400 കാര്യങ്ങൾ, ബാഹ്യലോകത്ത് പാലിക്കേണ്ട 400 കാര്യങ്ങൾ, അക 400ഉം പുറ 400ഉം ഒക്കെ കുട്ടികൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇത്യാദി നിയമങ്ങളുടെയെല്ലാം പൂർവികൻ്റെ പേരാണ് ഹമ്മൂറബി. ഈ ഹമ്മൂറബിയുടെ ചുവട് പിടിച്ചാണ് പിൽക്കാലത്ത് നിയമമുണ്ടായതെങ്കിൽ നിയമസംഹിതകളെ അതിൻ്റെ കൃത്യതയുടെ അനുപാതത്തിൽ കൃത്യമായി നടപ്പിലാക്കിയൊരു രാജ്യത്തിൻ്റെ പേര് റോം എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമമൊക്കെ വേര് പിടിച്ച് കിടക്കുന്നത് ഈ റോമൻ നിയമങ്ങളോടാണ്. റോമൻ ലോ ആൻഡ് റോമൻ പീസ്, പാക്സ് റൊമാന, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. ഞാൻ പറയുന്നത് മുഷിയുന്നുണ്ടോ? മുഷിയുന്നുണ്ടെങ്കിൽ അവിടെ വിടാം. ഇങ്ങനെയുള്ള നിയമാവലികളുടെ നാടായിരുന്നു മെസൊപ്പൊട്ടേമിയ. അതുകൊണ്ട് രാജാവേ, നീയാണ് ചരിത്രത്തിൻ്റെ തല. നിന്നെ അല്ലെങ്കിൽ നിൻ്റെ രാജ്യത്തെ ആധാരമാക്കിക്കൊണ്ട ലോകം പിന്നെ ചരിച്ചത് പ്രവർത്തിച്ചത്. ദാനിയേൽ പറയുക, അല്ലയോ നെബൂഖദ്നേസർ ചക്രവർത്തി, നിന്റെ രാജ്യം, നിന്റെ ഭരണകൂടമാണ് ചരിത്രത്തിൻ്റെ ചിന്തയെ, ആ ചിന്താമണ്ഡലങ്ങളെ മുഴുവൻ നയിച്ച ചരിത്രത്തിൻ്റെ തലയാണ് നീ. ചിന്തയുടെ കേന്ദ്രം നീയാണ്. നീ ഗൈഡ് ചെയ്തു. നിന്റെ ആ ഗൈഡൻസ് പോലെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ ചരിച്ചു. സോ യു ആർ ദ ഹെഡ് ഓഫ് ദ ഹിസ്റ്ററി. നീയാണ് ചരിത്രത്തെ നയിച്ചവൻ. അതുകൊണ്ട് ഗോൾഡൻ ഹെഡ് നിന്റെ രാജ്യം തന്നെ. അത് പറയുമ്പോൾ ഇന്നലെ പറയാതെ വിട്ടുകളഞ്ഞ ഒരു ഭാഗം കൂടി പറയാം. ഈ നെബൂഖദ്നേസർ ആഡംബര വിഭൂഷിതനായി രാജ്യം ഭരിച്ചു. അയാൾ ഉണ്ടാക്കിയ പട്ടണത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഈ പട്ടണത്തിൽ അദ്ദേഹം നടത്തിയ മറ്റൊരു നിർമ്മാണ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ പറയാം. അദ്ദേഹം ഒരു ഗ്രാമീണ സ്ത്രീയെ വിവാഹം കഴിച്ചൊരു ഗ്രാമീണ പെൺകുട്ടിയെ. അവൾ വനവാസിയായ ഒരു രാജാവിൻ്റെ മകളായിരുന്നു. ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ നിന്ന് രാജാവ് വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. പക്ഷേ അവൾക്ക് ഈ ടൗണിലെ പട്ടാള മേധാവികളുടെ മാർച്ചും പടക കാഹള ധ്വനികളും ആളുകളുടെ തിരക്കും ആരവാരവും കേട്ട് ഈ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന പെണ്ണിന് ആകെ ഒരു ഉന്മേഷക്കുറവ്. അവൾ ഒടുവിൽ ചോദിച്ചു കാര്യം പറഞ്ഞു, എനിക്കിതൊന്നും അങ്ങോട്ട് സന്തോഷമാവുന്നില്ല. ഞാൻ ജനിച്ചത് നീർച്ചോലകൾ കണ്ടും കാട് കണ്ടും മാൻ കിടാവുകളെ കണ്ടും ഒക്കെ വളർന്ന എനിക്ക് ഇതൊരു വല്ലാത്ത ഇറിറ്റേഷൻ. രാജാവ് അവളെ കുറേ നാൾ സ്വസ്ഥമായിട്ടൊക്കെ പാർപ്പിച്ചു. ഇതിനിടയിൽ അവൾക്ക് വേണ്ടി തൻ്റെ നാട്ടിൽ ഒരു മനോഹര വനം നിർമ്മിച്ചു. 450 അടി പൊക്കമുള്ള ഒരു പടുകുറ്റൻ മട്ടുപ്പാവ്, അതിലേക്ക് കടക്കാൻ 10 അടി വിസ്തൃതിയുള്ള ചുറ്റുകോവണി. അതിങ്ങനെ മല പോലെ നിർമ്മിച്ച ഈ മട്ടുപ്പാവിന് മുകളിലേക്ക് കടന്നു ചെല്ലാനുള്ള വഴിയാണ്. പലയിടങ്ങളിലായി ജലസംഭരണികൾ ഉണ്ടാക്കിയിട്ട് യൂബ്രട്ടീസ് നദിയിലെ വെള്ളം അടിമകളെ കൊണ്ട് ചക്രം ചവിട്ടി കറക്കി തെറിപ്പിച്ച് മുകളിലെത്തിച്ച് മുകളിൽ ജലധാരയുണ്ടാക്കി. ആ ജലധാരയുടെ ഭംഗിയാർന്ന ശീതളമായ കാറ്റും സൗകര്യങ്ങളും ഏറ്റ് ചെടികളും മറ്റിതര സസ്യങ്ങളുമൊക്കെ നട്ടുവച്ചിട്ട് ഏറ്റവും മുകളിൽ നല്ല വൃക്ഷങ്ങൾ. ഇതിന് മുകളിൽ ഒരു ചെറിയ കൊട്ടാരം. ദൂരെ നിന്നെത്തുന്ന കാറ്റും പൂക്കളുടെ സുഗന്ധവും പക്ഷികളുടെ കലരവവും എല്ലാം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് 450 അടി വിസ്തൃതിയിൽ ഉയരത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ മഹത്തരമായ ഈ പൂന്തോട്ടം, ഈ ഗാർഡൻ പട്ടണത്തിൻ്റെ ഏത് ദൂരത്തു കൂടി പോകുന്ന ആളിനും തൊട്ടടുത്താണെന്ന് തോന്നും. അത്ര ഭംഗി.
അതുകൊണ്ട് പുരാതന ലോകം ഈ ഗാർഡൻ ഒരു പേരിട്ടു, ദ ഹാങ്ങിങ് ഗാർഡൻ ഓഫ് ബാബിലോണിയ. അത് 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ പരിഗണിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പൗരാണിക ലോകത്തിലെ പിരമിഡുകൾക്കൊപ്പം, ഗിസയിലെയും മറ്റും പിരമിഡുകൾക്കൊപ്പം ആ വിധത്തിലുമൊക്കെ പരിഗണിക്കപ്പെടുന്ന ഒരു അത്ഭുതമായിരുന്നു ബാബിലോണിലെ സഞ്ചരിക്കുന്ന തൂക്കുവനം, ദ ഹാങ്ങിങ് ഗാർഡൻ ഓഫ് ബാബിലോണിയ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി നടന്നും ആ സ്ഥലമൊക്കെ കണ്ടുകൊണ്ട് രാജാക്കന്മാർ പറയുന്നേ, ഇത് ഞാൻ എൻ്റെ പ്രതാപത്തിൻ്റെ മഹത്വത്തിനായി പടുത്തുയർത്തിയിരിക്കുന്ന മഹതിയാം ബാബേലല്ലയോ ഇത്. കണ്ടോ, കഷ്ടപ്പെട്ട് പണിച്ച പറഞ്ഞേ. നമ്മളീ പലരും ലോൺ എടുത്തൊരു വണ്ടി മേടിച്ചിട്ട് ഭാര്യയോട് പറയില്ലേ, നോക്കടി, നീ ചിന്തിക്കുന്നവരൊന്നുമല്ല നമ്മുടെ കാര്യങ്ങൾ. ഇതുപോലല്ലായിരുന്ന പുള്ളി, അല്ല പടുകുറ്റൻ ബിൽഡിങ് കണ്ടില്ലേ. എന്നിട്ടാ പറഞ്ഞത്, ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്താൽ നമ്മൾക്കൊരു സാരി മേടിച്ചു കൊടുക്കുന്ന എത്ര നിർബന്ധിച്ച് കഴിഞ്ഞാൽ. പക്ഷെ നെബൂഖദ്നേസറിനെ കണ്ടോ, എന്താ കൊടുത്തതെന്ന്? ഒരു പടുകുറ്റൻ കൊട്ടാരം. ഇനി ഇയാളെ ചരിത്രത്തിൻ്റെ സുവർണ തല, ഗോൾഡൻ ഹെഡ് എന്ന് വിളിക്കുന്നതിൽ ആർക്കെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ? ആൾ അധ്വാനിച്ചിട്ടാ. പല വിടാം. ദാനിയേൽ ബാക്കി എന്തു പറയും നോക്കാം. കണ്ടിന്യൂ ചെയ്തിട്ട്. തിരുമനസിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ, നിന്നെക്കാൾ വീര്യമൽപ്പം കുറഞ്ഞ മറ്റൊരു രാജ്യത്വവും സർവഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും. രണ്ടാം രാജ്യമുണ്ടാകും നിനക്ക് ശേഷം. ഈ രണ്ടാം രാജ്യം, ഒന്നാം രാജ്യം ഏതെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ബാബിലോൺ. അല്ലയോ തിരുമനസ്സേ, നിനക്ക് ശേഷം ഒരു രണ്ടാം രാജ്യമുണ്ടാകും. ഈ രണ്ടാം രാജ്യവും വാസ്തവത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ല, പഠിച്ചു തുടങ്ങി. എന്താ കാര്യം? മേദ്യരും പാർസികളും ഒരുമിച്ച് വന്ന് ഒറ്റക്കെട്ടായി ഒരലയൻസ്. മേദ്യനായ ദാര്യാവേശും കോരശും ഒരുമിച്ച് ചേർന്ന് ഈ ബാബിലോണിനെ തകർപ്പണമാക്കി ഒരു പുതു സാമ്രാജ്യമായി മാറുന്ന സംഭവം വരെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇതാണ് ഈ രണ്ടാം രാജ്യം. അതിനെ 2 കൈ കാണിക്കുന്നത്, നെഞ്ചും കൈയും. നെഞ്ചും കൈകളും സൂചിപ്പിച്ചത് 2 രാജ്യങ്ങളുടെ കോർഡിനേഷൻ. അവ ഒരുമിച്ചൊരു അലയൻസ്. ബാബിലോൺ തോൽപ്പിച്ചപ്പോൾ നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, സ്വർണത്തെക്കാൾ വില കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങേയറ്റം വില കുറഞ്ഞത്. അപ്പോൾ അടുത്ത പ്രത്യേകതകൾക്ക് വില കുറഞ്ഞതാണെങ്കിലും ഇതുവരെ ചരിത്രത്തിൻ്റെ തല, അതിൻ്റെ ചിന്താശേഷിയെ നയിച്ചത് ബാബിലോണ്യരായിരുന്നെങ്കിൽ, രണ്ടാമത് വന്ന മീഡോ പേർഷ്യൻ എംപയറിൻ്റെ പ്രത്യേകത ഹൃദയമായിരുന്നവർ, ചരിത്രത്തിൻ്റെ നെഞ്ചായിരുന്നവർ. കാരണം മനുഷ്യത്വം ഏറെയുള്ള രാജാക്കന്മാർ ക്രൂരതയുടെ പര്യായമായ രാജാക്കന്മാരെ വിട്ടു മനുഷ്യത്വത്തിലേക്ക് മാറുന്നു. അവരാണ് ഇസ്രായേൽ മക്കളെ തിരികെ നാട്ടിലെത്തിക്കുന്നത്. പക്ഷെ മറ്റൊരു പ്രശ്നവും കാണുക, ഈ രാജാധികാരം പണ്ട് ബാബിലോണിൽ നെബൂഖദ്നേസറിന് ഉള്ളതുപോലെ രണ്ടാം രാജ്യത്ത് കാണുന്നില്ല. അധികാരം പരിമിതമാണ്. കാരണം ഒരു രാജാവ് ഈ സിംഹക്കുഴിയിൽ വീണ ദാനിയേലിനെ ഒന്ന് പോക്കിയെടുക്കാൻ നേരം വെളുക്കുവോലം പണിപ്പെട്ടിട്ടും കമ്മിറ്റി സമ്മതിക്കുന്നില്ല. ജനാധിപത്യം ശക്തമാണ്. രാവിലെ രാജാവ് എണ്ണീറ്റ് കട്ടൻ ചായ അടിക്കുന്നതിന് ചോദിക്കുക, നിന്റെ ദൈവം സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? കണ്ടോ, സ്വർണത്തിൽ നിന്ന് വെള്ളിയിലേക്കുള്ള അധപ്പതനം. രാജാവിന് അധികാരമില്ല. പക്ഷെ മൂന്നാം സാമ്രാജ്യം അതല്ല, കളി മാറുക. വായിച്ചു. സർവഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും. അടുത്തത് വയറാണ്. തല ചിന്തയുടെ ഇരിപ്പിടം, നെഞ്ച് ഹൃദയത്തിൻ്റെ ഇരിപ്പിടം, സ്നേഹത്തിൻ്റെയും പരിഗണനയുടെ ഒക്കെ ഇരിപ്പിടമാണെങ്കിൽ വയറ് ദഹനമാണ് അതിൻ്റെ ജോലി, ഭക്ഷിച്ച് തീർക്കുക. മൂന്നാമത് വന്ന ഈ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത കേൾക്കുക. ലോകത്തെ മുഴുവൻ ഭക്ഷിച്ച് തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കിയിട്ടും വിശപ്പടങ്ങാത്ത, ഉലകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വ്യഗ്രതയോടെ കടന്നു വരുന്ന മഹാനായ അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യം. എത്ര തിന്നിട്ടും മതി വരുന്നില്ല. ആക്രമിച്ച് മുന്നേറുന്ന
ഒരു മൂന്നാം സാമ്രാജ്യം. അത് ഞാൻ അല്പം കഴിഞ്ഞ് ബൈബിളിൽ തന്നെ തെളിവോടെ ഉദ്ധരിക്കാം. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും തൽക്കാലം ബിംബത്തെക്കുറിച്ച് പഠിച്ചു പോകുക അത്യാവശ്യം. മനസ്സിലായോ? കാര്യം പിടികിട്ടുന്നോ? അപ്പോൾ ഫസ്റ്റ് വൺ ബാബിലോണിയ, സെക്കൻഡ് വൺ മീഡോ പേർഷ്യ, തേർഡ് വൺ ഗ്രീസ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. 3 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോഴേക്കും നമ്മുടെ പഴയ നിയമ ബൈബിൾ ഏതാണ്ട് അവസാനിച്ചിട്ട് അവിടെയും കടന്ന് ഓവർലാപ്പ് ചെയ്ത് കയറിയിരിക്കുന്നു ചരിത്രം. കാരണം പഴയ നിയമത്തിൻ്റെ ആദ്യ കൃതികൾ രൂപപ്പെടുന്നത് ഉൽപ്പത്തിയും യോബൊക്കെയാണ് ആദ്യത്തെ കൃതികൾ. അവിടെ നിന്ന് അവസാനത്തെ കൃതി എസ്തേറിൻ്റെ പുസ്തകമാണ്. പഴയ നിയമത്തിൽ അവസാന കൃതി മലാക്കിയല്ല, എസ്തേറിൻ്റെ പുസ്തകമാണ്. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. എസ്തേർ 1 പറയുക അഹശ്വേരോശിൻ്റെ കാലത്ത്, അത്ര അറിഞ്ഞാൽ മതി കാലം കണ്ടുപിടിക്കാൻ. ഇന്ന് രാജ്യം ഇന്ത്യ ഭരിക്കുമ്പോൾ കാലം കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. സർസീപ്പിയുടെ കാലത്ത് കാലം കണ്ടുപിടിക്കാൻ പ്രശ്നമില്ല. കിട്ടിയോ? ആദ്യത്തെ കൃതി ഇയ്യോബും അവസാന കൃതി എസ്തേറുമാണ്. ഓക്കെ, എസ്തേർ ഇരുന്ന സ്ഥലം ദാനിയേൽ ഇരുന്ന അതേ സ്ഥലമാണ്. ഓക്കെ, ശൂഷൻ രാജധാനിയിൽ ദാനിയേൽ ഇരുന്നിട്ടുണ്ട്, എസ്തേർ ഇരുന്നിട്ടുണ്ട്. ഇവരിൽ ആരാ ആദ്യം ഇരുന്നെന്ന് ചോദിച്ചാൽ ദാനിയേലാണ്. കാരണം അവസാന കൃതിയാണ് എസ്തേർ. പിന്നെന്തിനാണ് ഇത് ഇടയ്ക്ക് വന്നത്? അതാ കൂട്ടി യോജിപ്പിച്ചോ പറ്റിയ എന്തോ അബദ്ധമാണോ? അല്ല, മറിച്ച് ബൈബിൾ ക്രോഡീകരിച്ചിരിക്കുന്നത് എഴുതിയ കാലഘട്ടങ്ങളെ ആധാരമാക്കിയല്ല, ഏത് പുസ്തകം എപ്പോൾ എഴുതി എന്ന സമയക്രമത്തെ ആധാരമാക്കിയല്ല, മറിച്ച് ഏത് വിഷയമാണ് ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നതിനെ ആധാരമാക്കിയാണ്. സൃഷ്ടിയാണ് ഉൽപ്പത്തി, അതുകൊണ്ട് ആദ്യം അത് വന്നു. മനസ്സിലായല്ലോ? ചരിത്രപരമായിട്ട് അങ്ങനെയെങ്കിൽ ബിബ്ലിക്കലി അതിൻ്റെ ഓർഡർ ഉൽപ്പത്തി തുടങ്ങി മലാക്കിയിൽ തീരുകയാണ്. ഈ മലാക്കിക്കും മത്തായിക്കും ഇടയിൽ, അല്ലെങ്കിൽ അവസാന കൃതി പഴയ നിയമം മുഴുവൻ ക്രോഡീകരിക്കപ്പെട്ട ശേഷവും പുതിയ നിയമത്തിലേക്കുള്ള യാത്രയ്ക്കുമിടയിൽ 400 കൊല്ലങ്ങളുടെ ഇടവേളയുണ്ട്. 400 കൊല്ലം. മഹാനായ അലക്സാണ്ടർ ഗ്രീക്ക് സാമ്രാജ്യം BC 300 ആരംഭിക്കുന്നത്. 303 കൃത്യം പറഞ്ഞാൽ. 303 മുതൽ അടുത്ത 33 വർഷങ്ങളാണ്, 30 വർഷങ്ങളാണ് അലക്സാണ്ടറുടെ ഭരണകൂടം. അപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കണക്കറിയാൻ സാധിക്കുന്നു. യേശുവിനും 330 സംവത്സരങ്ങൾക്കപ്പുറത്താണ് മഹാനായ അലക്സാണ്ടർ ഉള്ളത്. അതൊക്കെ പോകട്ടെ. ഇപ്പം നമ്മൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടക്കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അടുത്ത വരുമ്പോൾ നമ്മൾ പുതിയ നിയമം മൊത്തം എത്തിക്കഴിയും. 4ാം സാമ്രാജ്യം വായിക്കാം. 4ാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. 4ാം സാമ്രാജ്യം ക്രൂരതയുടെ പര്യായമായ റോമൻ ഭരണകൂടം. ഇരുമ്പ് വല്ലുകൊണ്ട് കടിച്ചു കുടയുന്ന ഘോരമൃഗങ്ങൾ. എത്ര ക്രൂരതയുടെ പര്യായങ്ങളായിരുന്നു അവർ! കരുത്തന്മാരായ 10 റോമൻ ചക്രവർത്തിമാർ നീണ്ടു നിന്ന 300 കൊല്ലം കൊണ്ട് അതിദാരുണമായ വിധത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് നേരെ അഴിച്ചുവിട്ട ഘോര പീഡനങ്ങളുടെ ചരിത്രം അത് മറ്റൊന്നാണ്. സമയം പോലെ നമുക്കതൊക്കെ ചർച്ച ചെയ്യാം. എന്നാൽ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഈ ക്രൂരതയുടെ പര്യായമായ റോമൻ സാമ്രാജ്യത്തെ ഇരുമ്പ് യുഗത്തോട് ഉപമിക്കുമ്പോൾ ഈ റോമിലാണ് സത്യത്തിൽ ആദ്യം ജനാധിപത്യത്തിൻ്റെ അനുരണനങ്ങൾ നമ്മൾ കാണുന്നത്. ക്രമേണ ക്രമേണ ജനാധിപത്യം എന്ന ഭരണവ്യവസ്ഥിതി ശക്തിപ്പെട്ട് അത് ലോകമെമ്പാടും വർദ്ധിക്കുമ്പോൾ ജനാധിപത്യത്തിനൊട്ടേറെ ഗുണങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ദോഷം അസ്ഥിരതയാണ്. അസ്ഥിരത. നയങ്ങളും പരിപാടികളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ഉള്ള പാർട്ടികൾ ഒരുമിച്ച് കൂടിക്കൊണ്ടൊരു മുന്നണി ഉണ്ടാക്കുന്നു. ആ മുന്നണി ഭരിക്കുന്നു. ആ മുന്നണിക്ക് ഭരിക്കാൻ പരമാവധി കിട്ടുന്നത് 5 വർഷങ്ങൾ. 5 വർഷത്തിന് ശേഷം നമ്മുടെയൊക്കെ നാട്ടിലെ രീതി അനുസരിച്ച് മറ്റൊരു ഭരണകൂടം. ആ ഭരണകൂടം മുമ്പെന്ത് ചെയ്തുവോ അതിൻ്റെ ഘടക വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്നു. വീണ്ടും ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വരുന്നു, ഒരു ഭരണവിരുദ്ധ വികാരം. ഈ ഭരണകൂടം അട്ടിമറിക്കപ്പെടുന്നു, മറ്റൊന്ന് വരുന്നു. ചിലപ്പോൾ തൂക്കു പാർലമെൻറ്റുകൾ പോലെ വന്നിട്ട് ചിലത് പെട്ടെന്ന് നിലംപരിചാകുന്നു. വീണ്ടും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാനാവാതെ ചരിത്രം അത് പതുക്കെ പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ച.
അപ്പോൾ ഇവ തമ്മിലുള്ള ഈ അലയൻസ് രസകരമാണ്. ഇരുമ്പും കളിമണ്ണും ചേരുന്ന മിശ്രിതം പോലെ, യോജിച്ചു പോകാത്ത, ആശയഗതികൾ തമ്മിൽ പരസ്പരം പൊരുത്തമില്ലാത്ത ഇസങ്ങളുള്ള പാർട്ടികളും സംവിധാനങ്ങളും ഒരുമിച്ച് ചേർന്ന ഇരുമ്പും കളിമണ്ണും ചേരുന്ന ആ കാലഘട്ടം റോമൻ യുഗത്തിൻ്റെ തൊട്ടു താഴെ കാൽപാദമായി രൂപപ്പെടുമ്പോൾ ഇത് അഞ്ചാമത്തെ ഒരു ലോകശക്തിയായി ഇന്ന് ജനാധിപത്യം നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പരിമിതി അതിൻ്റെ അസ്ഥിരതയാണ്. പല ഗുണങ്ങൾ അതിനുണ്ട്, അതിൻ്റെ അസ്ഥിരത കാണാതിരിക്കരുത്. അസ്ഥിരമായ ദുർബലമായ ഒരു സംവിധാനത്തിൽ നിലകൊള്ളുന്ന ആ ഭരണകൂടത്തിന് നേരിടാൻ പോകുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. വായിക്കാം. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ, തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയൊക്കെയും ഇടിച്ചു തകർത്തു കളയും. കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. പിന്നെ എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. ഇരുമ്പിന്റെ ബലം കൊണ്ട് കുറച്ചു നാൾ അത് പിടിച്ചു നിൽക്കും. പിന്നെ കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്നതുപോലെ രാജ്യത്വം ഒട്ടു ബലമുള്ളതും ഒട്ടു ഉടഞ്ഞു പോകുന്നതുമായിരിക്കും. ദുർബലവും ശക്തവുമായ രണ്ട് ഇസങ്ങൾ തമ്മിലുള്ള ചർച്ചയാകും ആ ജനാധിപത്യ യുഗത്തിന്റെ പ്രത്യേകത. പിന്നെ ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. പൊതുസമൂഹത്തിൽ ഒന്നായി തോന്നുമെങ്കിലും അന്തരാർത്ഥത്തിൽ ഒരിക്കലും യോജിക്കാത്ത വണ്ണം, ലയിക്കാതെ വണ്ണം മാറിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ജാതമാകും. പിന്നെ ഈ രാജാക്കന്മാരുടെ കാലത്ത് ജനാധിപത്യ യുഗം അതിന്റെ പരമകാഷ്ഠയിലേക്ക് സഞ്ചരിക്കേ ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവജനം ശ്രദ്ധിച്ചു കേൾക്കണം. എന്തു സംഭവിക്കും? വായിക്കാം. സ്വർഗസ്ഥനായ ദൈവം, ദ ഡിവൈൻ ഇന്റർഫിയറൻസ്, ഗോഡ്സ് ഓൺ ഇന്റർഫിയറൻസ് ഇൻ ദ ഹിസ്റ്ററി. സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിക്കാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ആ രാജ്യത്വം മറ്റൊരു മാനുഷ്യ ഭരണകൂടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത തികച്ചും തയോക്രാറ്റിക്കായ ദൈവം തന്നെ ഭരിക്കുന്ന തയോക്രസി, ദൈവാധിപത്യത്തിന്റെ അനുഭവമായി അത് യാഥാർത്ഥ്യമായി ഭവിക്കും. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈതൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്നു, ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്തു കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ഈ കല്ല് പറഞ്ഞോളൂ. സ്വപ്നം നിശ്ചയവും. സ്വപ്നം രാജാവേ ആക്യുറസി ഉള്ളതാണ്, നിശ്ചയവും. അർത്ഥം സത്യവുമാകുന്നു രാജാവേ. ഞാൻ ആ കല്ലിനെ കുറിച്ച് കൂടി പറയാം. ഈ കല്ലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, അത് കേവലം ഒരു കല്ലല്ല, കൈ തൊട്ടിട്ടില്ല. രണ്ടാമത്തെ പ്രത്യേകത, അത് സ്വയം വളരുന്നു. സ്വയം വളരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് ജീവനുണ്ട്. ലോകത്തനവധി കല്ലുകളുണ്ടെങ്കിലും ജീവനുള്ള കല്ലെന്ന പേര് ഒറ്റ കല്ലിനേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി പലയിടത്തും കല്ലുണ്ട്, പക്ഷേ ജീവനില്ല. ജീവനുള്ള കല്ല് ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അത് ജീവനുണ്ടോ എന്ന് നമ്മൾ ചുമ്മാ പറയല്ല, അത് ജീവനുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് പുറത്തു വന്ന കല്ലാണ്. ഈ കല്ലിന് ജീവനുണ്ടോ എന്നറിയാൻ ചരിത്രത്തിൽ ഒരിക്കലൊരു ലബോറട്ടറി ഓപ്പറേറ്റ് ചെയ്തില്ലേ? ആ ലബോറട്ടറി ഓപ്പറേറ്റ് ചെയ്ത സ്ഥലത്തിൻ്റെ പേര് ചരിത്രപ്രസിദ്ധമായ അരിമത്തയിലെ യോസേഫിൻ്റെ കല്ലറയായിരുന്നു. ആ ലാബിനുള്ളിൽ ഈ ബോഡി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തതിന് ജീവനുണ്ടോ എന്നറിയാൻ. അകത്തേക്ക് കല്ല് വെച്ച ശേഷം മറ്റൊരു പടുകുറ്റൻ ഉരുണ്ട കല്ലുകൊണ്ട് ഈ കല്ലറ, ഒരു ഗുഹയാണ്, ആ കല്ലറയുടെ കവാടത്ത മുഴുവൻ അടച്ചു. ചെളിയും പശമണ്ണും ചേർത്ത് സീലുണ്ടാക്കി അത് ഒരിക്കലും തുറക്കാതെ വണ്ണം അടച്ചു. പീലാത്തോസ് തന്നെ പറഞ്ഞു, കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാൽ കഴിയും വിധം ഉറപ്പാക്കിക്കൊള്ളണം. ഇതാ യേശു ഇങ്ങനെ തന്നെ ഉയർക്കണമെന്നത് വചനത്തിൻ്റെ താല്പര്യം, ദൈവത്തിൻ്റെ താല്പര്യം. കാരണം ഇതാ ഒരു പറ്റം പ്രതിലോമ ശക്തികൾ ചെന്ന് രാജാവിനെ വിളിച്ചുണർത്തി പറയുക, ആ പഹയൻ ജീവിച്ചിരിക്കെ പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവൻ്റെ ശിഷ്യഗണങ്ങൾ ശരീരം തട്ടിക്കൊണ്ടുപോകും. ആദ്യത്തെ ചതി ഒടുവിലത്തെ ചതി ആദ്യത്തെ ചതിയേക്കാൾ അപ്പുറത്താകും. അപ്പോൾ ആ പീലാത്തോസ് പറഞ്ഞത്, കാവൽക്കൂട്ടത്തെ തരാം.
നിങ്ങളാവും വിധം ഉറപ്പാക്കണം. യേശുവിനെ വരിഞ്ഞു മുറുക്കി റുമാല് കൊണ്ട് ചുറ്റി കല്ലറയ്ക്കുള്ളിൽ വച്ചു, കവാടത്തെ അടച്ചു, സീല് ചെയ്തു. എന്തിനെയൊക്കെയാണ് അതിജീവിക്കേണ്ടത്? ഉറുമാലുകൾ അഴിഞ്ഞു വീഴണം. 2, കല്ലറയുടെ കവാടത്തിൽ അടച്ചു വച്ചിരിക്കുന്ന ആ കല്ലിൻ്റെ പ്രതിബന്ധത്തെ തകർക്കണം. 3, റോമൻ ഇമ്പീരിയൽ മുദ്ര തകർക്കണം. കാരണം അത്ര പെട്ടെന്നൊന്നും തകരില്ല. ചങ്ങല വലിച്ചു കെട്ടിയ ശേഷം കല്ലിനിടയിലൊരു ദ്വാരമുണ്ട്, അതിലേക്ക് നല്ല പൂട്ടിയിട്ട് റോമാ ഗവൺമെൻറ് ഔദ്യോഗിക ചിഹ്നം പതിച്ചിരിക്കുക. ഒരുവനും തൊടാൻ ധൈര്യമില്ലാത്ത വിധം അത്ര കൃത്യത അതിന്. അപ്പോൾ റോമൻ വ്യവസ്ഥിതിയെ മുഴുവൻ ഏകോപിപ്പിക്കുന്ന ആ മുദ്ര പതിപ്പിച്ച കല്ലറ തുറക്കണം. എല്ലാത്തിനും അപ്പുറത്ത് കാവ നിൽക്കുന്ന പടയാളികളുടെ മുമ്പിൽ വെച്ച് വേണം ഇതൊക്കെ സംഭവിക്കാൻ. ഇങ്ങനെ നീർത്തുകൊണ്ടാണ് യേശു ഞങ്ങൾക്ക് ഇത്ര അഭിമാനം അങ്ങയെക്കുറിച്ച് പ്രസംഗിക്കാൻ. അങ്ങയ്ക്ക് മുമ്പിൽ വെച്ച എല്ലാത്തരം പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് 3-ാം നാൾ ഈ കല്ലറയെ എന്നേക്കും അതിലടക്കം ചെയ്ത് ഒതുക്കാമെന്ന് വിചാരിച്ചവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കല്ലറയുടെ കവാടത്തിൽ അടച്ച ഈ ശിലകളെ തട്ടിത്തകർത്തുകൊണ്ട് റോമൻ പടയാളികൾ കാവൽ നിൽക്കേ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രകളെ തകർത്തുകൊണ്ട് അങ്ങ് ഉയരത്തിലേക്ക് കരയേറുമ്പോൾ അങ്ങയെ തകർക്കാൻ, ഉയർപ്പിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരെ, ഉലകത്തിൽ ഏറ്റവും വലിയ ശക്തി ഉയർപ്പിന്റെ ശക്തിയാണ്. മരണത്തെ അതിജീവിക്കുന്ന ഉയർപ്പിന്റെ ശക്തിയെങ്കിൽ മരണഭീതി അലതല്ലുന്നവർ, രോഗഭീതി അലതല്ലുന്നവർ, ജീവിതത്തിന്റെ വിവിധ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവർ, ഇതാ ഉയർത്തെഴുന്നേറ്റവനെ ചൂണ്ടിക്കാട്ടി ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഉയർപ്പിന്റെ ശക്തി, മരണത്തെ അതിജീവിക്കുന്ന ഉയർപ്പിന്റെ ശക്തി, അത് യേശുവിന്റെ മാത്രം സ്വന്തമെങ്കിൽ നമുക്കും വിശ്വാസത്താൽ അവനെ തൊട്ടുകൊണ്ട് പറയാ, നിന്റെ ഉയർപ്പിന്റെ ശക്തിയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വീണ്ടെടുപ്പ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ ജീവനുള്ള കല്ലെന്ന് ഉറപ്പ് പറയാൻ ഇനിയുമുണ്ട്. കാരണം പുറത്ത് വെച്ച കല്ല് ഒരു കല്ലാണ്, പക്ഷേ വ്യത്യാസം ഇത്രയുള്ളൂ. അതിന് കനമൊക്കെ ഉണ്ടെങ്കിലും ഒറ്റ ദോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കല്ലിന് കഴിവില്ലാഞ്ഞിട്ടോ ശക്തിയില്ലാഞ്ഞിട്ടോ അടച്ചത് പാളിയതോ റോമപ്പടയാളികളുടെ ഉത്തരവാദിത്വക്കുറവല്ല. പുറത്തെ കല്ലടച്ചു ഭദ്രമാക്കിയെങ്കിലും അതിന് ജീവനില്ലായിരുന്നു. പക്ഷെ അകത്തെ കല്ലിന് ജീവനുണ്ടായിരുന്നു. അകത്തെ കല്ലാകുന്ന ക്രിസ്തുവിന് ജീവനുണ്ടെന്ന് പറയാൻ കാരണം എന്താ? ആ കല്ലിൻ്റെ സവിശേഷത പ്രവാചകൻ ആത്മാവിൽ രാജാവ് കണ്ട ദർശനം വ്യാഖ്യാനിക്കുമ്പോൾ പറയുക, അവൻ കൈതൊടാതെ വന്ന കല്ല്. കാരണം അവൻ പുരുഷന്റെ ഇഷ്ടത്താലല്ല, മനുഷ്യ സ്പർശമേൽക്കാതെ കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്ക് വന്ന പ്രവചനം നിറവേറിക്കൊണ്ട് കൈതൊടാതെ ചരിത്രത്തിൽ ആഗമിച്ച ഒരു കല്ലാണിവൻ. അതുകൊണ്ട് ഈ കല്ലിനെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടേക്കാം ആ ഭാഗം. ഈ കല്ല് വലിയൊരു തർക്ക വിഷയമല്ലേ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, അല്ലയോ പത്രോസ്, അതിന് പെട്രാസ് എന്നാണ് ഗ്രീക്ക് വേർഡ്. നമ്മുടെ കർത്താവും പത്രോസും കൂടി ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിൽക്കല്ലേ. അത് തന്നെ മറ്റൊരു വിഷയമാണ്. ഞാൻ ഈ ഫിലിപ്പിൻ്റെ കൈസരിയെക്കുറിച്ച് പറഞ്ഞ പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്, കാണണം. 2 കൈസരിയുണ്ട്, അതിലൊന്ന് ഫിലിപ്പിൻ്റെ കൈസരിയ. രാജ്യം ഭരിക്കുന്ന ഹെറോദ ഫിലിപ്പ് എന്ന് പറയുന്ന രാജാവ് ഭരണാധികാരിയാകുന്ന ചക്രവർത്തിയെ ഒന്ന് പ്രീണിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലപ്പേരാണ് ഫിലിപ്പിൻ്റെ കൈസരിയ. വേറൊരു സ്ഥലമുണ്ട്. ഇത് യോർദാൻ ഉത്ഭവിച്ചു വരുന്ന ഹെർമോന്യ മലയുടെ അടിവാരത്ത് യെരുശലേമിൽ നിന്ന് 92 മൈൽ വടക്കുമാറിയാണ്. ഒറ്റ പ്രശ്നമുള്ളൂ, ആ പ്രവേശന കവാടത്തിലേക്ക് കടക്കുന്ന ഏതൊരാളും പറയണം, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ റോമാ കൈസറുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. അവിടെ കയറി ആ ചക്രവർത്തി ആരാധനയാണ്, വേറൊരു കളിയും നടക്കില്ല. ചക്രവർത്തി ആരാധിക്കുന്ന ഇടത്തേക്ക് യേശുവും ശിഷ്യന്മാരും കടന്നില്ല. അവിടെ ചക്രവർത്തിക്ക് ഒരു വെണ്ണക്കൽ ശില്പവും മനോഹര ക്ഷേത്രവുമൊക്കെ ഉണ്ടാക്കി കാണിക്കയിടാൻ ആളുകൾ വരുന്നു, നിലത്ത് കിടന്ന് ഉരുളുന്നു, വലിയ പരിപാടിയാണ്. യേശു ശിഷ്യന്മാരും ഒരു ദിവസം അങ്ങോട്ട് ചെന്നു. നാട്ടുനടപ്പും ആചാരവും അനുസരിച്ച് ആളുകൾ പറയാൻ തുടങ്ങി, നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ റോമാ കൈസറുടെ കൃപ നിൻ്റെ മേലിരിക്കട്ടെ. കേൾക്കുന്നവനും പറയണം, റോമാ കൈസർ നിന്നെ അനുഗ്രഹിക്കട്ടെ. യേശുവിനെ കണ്ടു ആളിങ്ങനെ പറഞ്ഞു കാണും. യേശു ഗൗരവത്തിൽ അവനെ നോക്കി. അല്ല, യേശു അതൊന്നും പറയല്ല. യേശു ഉള്ളത് കൊണ്ട് ശിഷ്യന്മാരും പറയല്ല. എന്താ കാര്യം? അത് ജന്മസിദ്ധമായ ധൈര്യമല്ല. യേശുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്കും കിട്ടുമെന്ന ഒരു ധൈര്യം.
അതുകൊണ്ട് ഭയമുള്ള നമ്മൾ കൂടെ അങ്ങ് നടന്നാൽ മതി, പേടിക്കാനൊന്നുമില്ല. ഈ നിഴലിലങ്ങ് നടന്നോ, ആരെതിരെ വന്നാലും ഒന്നും ഭവിക്കില്ല. എന്താ കാരണം? ജയിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ അവൻ അറിയാതെ ഒന്നും ഭവിക്കില്ല. അതുകൊണ്ട് അവനൊപ്പം നടന്നുകൊണ്ടാ ഭയം കൂടാതെ ഇവിടെ വരെ വരാൻ അവൻ പ്രാപ്തി നൽകിയത്. ഹല്ലേലൂയ. പ്രിയരെ, അങ്ങോട്ട് കയറുമ്പോൾ ആളുകൾ പലതും ഇങ്ങനെ പറയാ, കൈസറേ നീയാണ് ദൈവം, കൈസറേ നീയാണ് സൃഷ്ടാവ്. യേശു അല്പം നല്ല ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങോട്ടൊന്ന് മാറി ശിഷ്യന്മാരെ കൂട്ടിയിട്ട് ചോദിച്ചു, ഈ നാട്ടുകാർ മനുഷ്യപുത്രനെക്കുറിച്ച് എന്താ അഭിപ്രായപ്പെടുന്നത്? അവർ പറഞ്ഞു, ഗുരു പഴയ പോലൊന്നുമല്ല, ഭയങ്കര പുരോഗതിയല്ലേ ജനങ്ങൾക്ക്. പണ്ട് നിന്നെ തച്ചൻ്റെ മകൻ, ശാസ്ത്രമറിയാത്തവൻ എന്നൊക്കെ കളിയാക്കിയവന് ഭയങ്കര മാറ്റം. എന്താ മാറ്റം? അവർ പറയാ, നീ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റ് വന്നതാ. ചിലർ പറയാ നീ ജെറേമിയാവാ, ചിലർ പറയാ നീ യെശയ്യാവാ, ചിലർ പറയാ നീ ആ പ്രവാചകന്മാരിൽ ഒരുത്തൻ, യേശവല്ല ഏലിയാവാ, ചിലർ പറയാ നീ ആ പ്രവാചകന്മാരിൽ ഒരുത്തൻ. ഓരോന്ന് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ നീണ്ടുപോകുമെന്ന് യേശുവിനറിയാം. ഇതൊന്നും ശരിയല്ലെന്ന് പറയാം. അതുകൊണ്ട് മാറ്റം ഉണ്ടായിട്ട് കാര്യമില്ല. യേശു ആരാന്നറിയണം, അല്ലാത്ത മാറ്റത്തിൽ അർത്ഥമില്ല. ബീഡി വലി നിർത്തുന്നതോ കള്ളുകൂടി നിർത്തുന്നതോ ആരാധനയ്ക്ക് പോകുന്ന ഒന്നുമല്ല. യേശു ആരാണെന്നറിയണം. ഹല്ലേലൂയ. യേശു ആരാണെന്നറിയുന്നതാ ഏറ്റവും വലിയ മാറ്റം. അല്ലാത്ത മാറ്റങ്ങളൊന്നും പ്രസക്തമല്ല. അങ്ങോട്ട് ചെന്നു യേശു തിരിച്ചൊരു ചോദ്യം, ബട്ട് കൺസേണിങ് മീ, എന്നെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു പറ. അവിടെ എന്താ ശിഷ്യന്മാർ പറഞ്ഞേ? നമ്മുടെ പത്രോസ്, ഞാൻ വീട്ടിൽ പോയി പുള്ളിക്കാരിയോടൊന്ന് ആലോചിക്കട്ടെന്നൊന്നും പറഞ്ഞില്ല. ഒറ്റ വാക്കിൽ പറയാ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. വിഷയം വിട്ടു പോയതല്ല, കല്ലിൻ്റെ തെളിവ് തേടി പോവാണ് കേട്ടോ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു തിരിച്ചൊരു വാക്ക്, ബർയുഹാനാ ശിമോൻ, നീ കൃപയുള്ളവൻ. അതാ ശരിപ്പരിഭാഷ. നമ്മുടെ മലയാളം ബൈബിളിൽ ചെറിയ പ്രശ്നമുണ്ട്. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, അങ്ങനല്ല പറയേണ്ടത്. ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. മനസ്സിലായല്ലോ? സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. ആട്ടെ, യേശുവിനെക്കുറിച്ച് പത്രോസ് ഒരു നല്ല കാര്യം പറഞ്ഞ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആ ഘട്ടത്തിൽ യേശുവിൻ്റെ മറുപടി കേട്ടോ, ബർയുഹാനാ ശിമോൻ. ഇങ്ങനെ ഈ പത്രോസിൻ്റെ അപ്പനായ യോഹന്നാൻ്റെ പേര് കൂട്ടി വിളിക്കണം. യോഹന്നാൻ്റെ പുത്രനായ ശിമോനെ എന്ന് വിളിക്കുമോ? നമ്മളാണെങ്കിൽ വിളിക്കുമോ? എന്തോ കാര്യം പറഞ്ഞാലും അപ്പൻ്റെ പേര് കൂട്ടി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതന്നെ വിളിക്കുമോ? വല്ല കമ്മിറ്റിയിലും ഒക്കെ ആരെങ്കിലും വിളിച്ചെങ്കിലായി, അല്ലാതെ തർക്കമൊക്കെ മുറുകുമ്പോലേ അല്ലാതെ നമ്മൾ അത് വിട്. ഇത് സംഭവിച്ചെന്താ? ബർയുഹാനാ ശിമോൻ. പത്രോസിൻ്റെ പ്രായമെങ്കിലും കർത്താവ് ഓർക്കണ്ടേ? ഇങ്ങനെ വിളിക്കേണ്ട ഒരു ഘട്ടമുണ്ട്. ഈ ഒഫീഷ്യൽ പേര് ചില ഘട്ടങ്ങളിലാണ് വിളിക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിലാണ് വിളിക്കുന്നത്, അല്ലേ? ഉദാഹരണം, നമ്മൾ കല്യാണം നടക്കുക. കല്യാണം നടക്കുമ്പോൾ വീട്ടിൽ വിളിക്കുന്ന കുഞ്ചാക്കോ എന്നാണോ വിളിക്കുന്നത്? അങ്ങനെയാണോ? ഒഫീഷ്യൽ പേരാണ് വിളിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ കൂറുപ്പുംപടി വില്ലേജിൽ പ്ലാമുട്ടത്തിൽ വീട്ടിൽ കുഞ്ചറിയ മകൻ എൽദോസ് എന്ന ഈ യുവാവും. എണ്ണീക്കരുത്, ഇതൊരു തക്കമാണെന്ന് ഓർത്ത്. ആരാടിങ്ങനെ പൊങ്ങി വരുന്നോ എനിക്ക് തോന്നുന്നു. അവിടെ നിൽക്കുക, അനക്കൊരു സമയവും കാലമൊക്കെ ഉണ്ട്. ധൃതി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. എടുത്തി ആടരുത്. പണി കിട്ടിയാൽ കിട്ടിയതാ. പറഞ്ഞേ, ഈ വണ്ടി മേടിക്കുന്നതും പെണ്ണ് കിട്ടുന്നതും സൂക്ഷിച്ചു വേണം. 2 പോയിന്റ് 2 സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളിതുകൊണ്ട് നടക്കേണ്ട ഗതിയോട് വരും, തള്ളി തള്ളി ഇടപാട് വരും. പോട്ടെ, ഇങ്ങനെ കല്യാണത്തിൻ്റെ ഒന്നല്ലേ. അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് കല്യാണമൊക്കെ കഴിഞ്ഞു. ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി നല്ലൊരു ചായയൊക്കെ ആയിട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെയാണ് വിളിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ അങ്ങനെ വിളിക്കോ? അങ്ങനെ വിളിച്ചാൽ അവളെ ആക്കേണ്ടടുത്ത് ആക്കിക്കോണം. മനസ്സിലായോ? പയ്യൻ രക്ഷപ്പെട്ടിട്ട്. പക്ഷേ ഇത് ഒരിക്കൽ വിളിച്ചു. കല്യാണത്തിൻ്റെ അന്ന് കുഞ്ചാക്കോ ഒന്നും വിളിച്ചാൽ കാര്യം നടക്കുകയില്ല. കാരണം എന്താ?
ഒഫീഷ്യൽ ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കാനാ. മനസ്സിലായില്ലേ? കർത്താവ് ഇവിടെ മാത്രം വിളിച്ചു. ഈ ആധാർ കാർഡിലെ പേര് കർത്താവ് പത്രോസിൻ്റെ ബർയൂഹാന ശിമോൻ, യോഹന്നാൻ്റെ പുത്രനായ ശിമോനെ. ചിലടത്ത് അങ്ങനെ വിളിക്കുന്നുണ്ട്. എൻ്റെ കാരണം എന്താ പറയാം. യേശുവിൻ്റെ ഔദ്യോഗിക പേര് യോഹന്നാൻ വിളിച്ചു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പത്രോസിന്റെ യഥാർത്ഥ പേര് യേശു വിളിച്ചു ബർയൂഹാന ശിമോൻ. ബർ അർത്ഥം പുത്രൻ. ബർ അതൊരു അരാമിക് പ്രയോഗമാണ്. ബർനബാസ് പ്രബോധന പുത്രൻ. ബർത്തിമായി സൺ ഓഫ് തിമായി, ഇതൊക്കെ നമുക്കറിയാമല്ലോ. ബർയൂഹാന ശിമോൻ, യോഹന്നാന്റെ മകനായ ശിമോനെ. അർത്ഥം, കുഞ്ഞേ ഞാൻ അവിടുന്നുള്ളവൻ, നീ ഇവിടുന്നുള്ളവൻ. കുഞ്ഞേ ഞാൻ അത്യുന്നതൻ്റെ പുത്രൻ, നീ യുഹാനയുടെ പുത്രൻ. നീ ഒരു കേവല മനുഷ്യൻ, ഞാൻ അത്യുന്നതൻ്റെ മകൻ. നീ നശിക്കുന്ന മരണം കാത്ത് കഴിയുന്നവൻ, ഞാൻ മരണത്തെ അതിജീവിക്കുന്നവൻ. നീ കേവലം ഒരു സൃഷ്ടി, ഞാൻ സൃഷ്ടിക്ക് കാരണഭൂതൻ. സൃഷ്ടിക്ക് കാരണഭൂതനായ ഞാനും സൃഷ്ടിയാകുന്ന നീയും ഒരുമിച്ച് ഇവിടെ കൂടിയിട്ടുണ്ട്. ഫിലിപ്പിന്റെ കൈസരയിൽ എന്നെയും നിന്നെയും ഒന്നാക്കിയ യാഥാർത്ഥ്യം കൃപ, കൃപ, കൃപ. കൃപയാണ് വിലമതിക്കാനാവാത്ത ആ പദമെങ്കിൽ ബർയൂഹാന ശിമോൻ, നീ കൃപയുള്ളവൻ, നീ ഭാഗ്യവാൻ. ഒന്നുകൂടി പറഞ്ഞു, നിനക്കിത് വെളിപ്പെട്ട് കിട്ടിയത് നീ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടോ പള്ളിയിൽ പോയത് കൊണ്ടോ ക്രിസ്ത്യ കുടുംബത്തിൽ പിറന്നുകൊണ്ടോ ഒന്നുമല്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കിൽ പറഞ്ഞാൽ ജഡം നിനക്കിത് വെളിപ്പെടുത്തിയില്ല, രക്തവും നിനക്ക് വെളിപ്പെടുത്തിയില്ല. എന്ന് പറഞ്ഞാൽ ജഡത്തിന് ചില കഴിവുകളുണ്ട് അല്ലേ? ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാം ഞാനും ഈ ശരീരമാണ് പരസ്പരം കാണുന്നത് അല്ലേ? എന്നെ ഇവിടെ പ്രോഗ്രാം വിളിച്ചപ്പോൾ ഞാൻ പറയുകയാണ്, അത് എൻ്റെ ആത്മാവ് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് അവിടെ വരും, പക്ഷേ എൻ്റെ ശരീരം കേരളത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിക്കുമോ? കാരണം എന്താ? നിങ്ങൾ എന്നെ കാണുന്നത് ഈ ശരീരത്തിലൂടെയാണ്. ആത്മരൂപികളല്ല നമ്മളിപ്പോൾ. പക്ഷേ ഈ ശരീരം തീരെ തള്ളിക്കളയാവതല്ല. ശരീരത്തെയാ നിങ്ങൾ അനിൽക്കൊരുത്തോട്ടെന്ന് വിളിച്ചത്. ശരീരത്തിനാ പഠനം, ശരീരത്തിനാ ഭക്ഷണം. ശരീരം പ്രധാനപ്പെട്ടതാ. ശരീരത്തിനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. ആ കഴിവ് കൊണ്ടാ മനുഷ്യൻ ചന്ദ്രനിൽ പോയത്. ആ കഴിവ് കൊണ്ടാ മനുഷ്യൻ കാർ ഓടിക്കുന്നത്. ആ കഴിവ് കൊണ്ടാ മനുഷ്യൻ സമുദ്രത്തിൻ്റെ അടിത്തറ ഇളക്കുന്നത്. ചില്ലറ കാര്യമല്ല. ഈ കഴിവുള്ളവരൊക്കെ ഇവിടെ ഉറപ്പുണ്ട്, നല്ല കാര്യം. പക്ഷേ യേശു ആരെന്നറിയാൻ ഈ കഴിവ് ഒട്ടും പോരാ, ഒട്ടും കൊള്ളൂല. പിന്നെന്താ? രക്തം. പരമ്പരാഗതമായി നമുക്ക് പിതാക്കന്മാരിൽ പകർന്നു കിട്ടുന്ന ആ ജീനുകളുടെ ഗുണമുണ്ടല്ലോ, അതും നല്ലതാണ്. ഒരു നല്ല ചിന്തകൻ്റെ മകൻ ഒരു ചിന്തകനായി തന്നെയൊക്കെ ജനിക്കും. മിക്ക ഘട്ടങ്ങളിൽ അങ്ങനല്ലേ? സംഗീതജ്ഞൻ്റെ മകൻ സംഗീതജ്ഞനാകും. പരമ്പരാഗതമായൊരു കഴിവാത്. അങ്ങനല്ലേ? നിങ്ങൾക്കത് പറഞ്ഞിട്ട് ഉദാഹരണം മനസ്സിലാകത്തുകൊണ്ട് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. വീരപ്പൻ്റെ മകനാണോ? അവൻ സമയം വരുമ്പോൾ ചന്ദനം മുറിച്ചിരിക്കും. നീ ചന്ദനം മുറിക്കാൻ ചന്ദനം ഇല്ലെങ്കിൽ അവന് ചന്ദനത്തിരി മേടിച്ച് ഓടിക്കുക. ആ സമയമല്ല അവന് ഉറക്കം വരികയല്ല. അയ്യോ ഭയങ്കര പ്രയാസം, എന്താ ഒരു ചന്ദനത്തിരി തന്നേ, എന്നാലേ അവന് ഉറക്കം വരുള്ളൂ. ഇപ്പം മനസ്സിലായോ? രക്തത്തിനുമുണ്ട്, പിന്നെ ശരീരത്തിനുമുണ്ട് ചില പ്രത്യേകതകൾ. പക്ഷേ യേശു ആരെന്നറിയാൻ പഠനം പോരാ, അറിവ് പോരാ, അന്വേഷണം പോരാ, അധ്വാനം പോരാ. ഒറ്റ കാര്യമുള്ളൂ, അത് വെളിപ്പാടിനാലേ അറിയൂ ഞാൻ ആരാണ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ കാരുണ്യവർഷം നിന്റെ മേൽ പതിഞ്ഞപ്പോൾ ഈ വെളിപ്പാടിന്മേൽ നീ തിരിച്ചറിഞ്ഞ ഈ വെളിപ്പാടില്ലേ, ആ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഒരിക്കൽ രണ്ട് വേർഡുകളാണ് ഈ പാറയെന്ന് പറയാൻ, പെട്രോസ് ആൻഡ് ലിത്തോസ്. പെട്രോസ് ഒരു പാറ കഷണം, ലിത്തോസ് വലിയൊരു പാറ. വ്യത്യാസം മനസ്സിലായോ? ഈ കരിങ്കൽ കോറി കണ്ടിട്ടുണ്ടല്ലോ, അത് കാണുമ്പോൾ ഓർത്തോണം ലിത്തോസ് ഫിയർ എന്നൊക്കെ ഉണ്ടല്ലോ ജിയോഗ്രഫിയിൽ. ലിത്തോസ് ആ ക്വാറിയിൽ നിന്ന് കല്ല് ടിപ്പറിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ ഓർക്കണം, അതാണ് പെട്രോസ്. ലിത്തോസും പെട്രോസും മനസ്സിലായല്ലോ, ഒന്ന് പാറ ഒന്ന് കൽക്കഷണം. യേശു തന്നെ കാണിട്ട് പറഞ്ഞു, പത്രോസേ നീ പെട്രോസ് ആകുന്നു, ഇതൊരു ലിത്തോസാ. പിടികിട്ടിയോ? ഇതിൽ ഞാൻ എൻ്റെ സഭയെ പണിയും.
പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഈ കല്ലിന് ജീവനുണ്ടെന്ന് തെളിയിച്ചത് ഇതേ പത്രോസാ. നമ്മൾ തർക്കം വെക്കുമെന്നൊക്കെ പത്രോസിന് അറിയാം, കർത്താവിന് പറയാം. അതുകൊണ്ട് പത്രോസിന് പറയുക, നിങ്ങളും ജീവനുള്ള കല്ലായ എൻ്റെ അടുക്കലല്ല അവൻ്റെ അടുക്കൽ വന്നിട്ട് ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്ന ദൈവസഭയ്ക്ക് കാരണഭൂതനായ യേശുവിൻ്റെ സാമീപ്യമാണ്. അവൻ സ്ഥാപിക്കുന്ന ദൈവരാജ്യമാണ്. രാജാവേ, നീ കണ്ട കൈ തൊടാത്ത കല്ല് അവൻ കൈ തൊടാത്തതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യേശു പുരുഷന്റെ ഇഷ്ടത്താലല്ല, മാനസിക താല്പര്യത്താലല്ല, കന്യഗർഭിണിയായി പരിശുദ്ധാത്മാവിനാൽ ഒരു മകൻ പിറക്കുമെന്ന പ്രവചനം നിറവേറിക്കൊണ്ട് കാലത്തിൻ്റെ സമ്പൂർണതയിൽ ജഡധാരണം ചെയ്ത് ഇഹത്തിലേക്ക് വന്ന ദൈവപുരുഷൻ, അതത്രേ ക്രിസ്തു. ആ മഹത്തര അനുഭവം ഒരു ദൈവരാജ്യമായി സ്ഥാപിക്കപ്പെടുമ്പോൾ ഇത്തരം മാനസിക ഗവൺമെൻറ്റുകൾ, സംവിധാനങ്ങൾ തകർന്ന് തവിടുപൊടിയായി മാറിയിട്ട് ഒരിക്കലും അസ്തമിക്കാത്തൊരു മഹാരാജ്യം യേശു സ്ഥാപിക്കും. ഹല്ലേലൂയ. ഇതാണ് ഈ ബിംബത്തിൻ്റെ വ്യാഖ്യാനം. മനസ്സിലായോ? ഒന്നുകൂടി ഞാനതിൻ്റെ രത്നച്ചുരുക്കം പറയാം. 4 ഭാഗങ്ങൾ ബിംബത്തിൻ്റെ. തല തങ്കം കൊണ്ട് എന്നെഴുതിയിട്ട് നേരെ ഒരു വരയിട്ടുകൊണ്ട് ബാബിലോൺ എന്നെഴുതുക. നെഞ്ചും കയ്യും വെള്ളി എന്നെഴുതിയിട്ട് അപ്പുറത്തെഴുതുക മീഡോ പേർഷ്യൻ എംപയർ, മേദ്യപാർസ്യ ഭരണകൂടം. 3 താമ്രനിർമ്മിതമായ വയറ്, അപ്പുറത്തെഴുതുക മഹാനായ അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യം. 4 ഇരുമ്പ് കൊണ്ടുള്ള തുട, റോമൻ ഭരണകൂടം. കാൽ പാതി കളിമണ്ണ് പാതി ഇരുമ്പ്, റോമിൻ്റെ ബാക്കിപത്രമായി നിലകൊണ്ട കരുത്തുറ്റ സാമ്രാജ്യവും അതോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന, പരസ്പരം ചേരാതെ വിധം കിടക്കുന്ന കളിമണ്ണാകുന്ന ജനാധിപത്യ വ്യവസ്ഥയും. കൈതൊടാത്ത കല്ല്, ദൈവരാജ്യത്തിൻ്റെ ആവിർഭാവം, ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. ഇതാണ് രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ 3-ാം അധ്യായത്തിലേക്ക് കാര്യമായിട്ട് കടക്കുന്നില്ല. കാരണം പ്രവചനപരമായൊരു പ്രാധാന്യം അല്ല അതിനുള്ളത്. അവർ ബിംബത്തെ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞു. രാജാവ് തീച്ചൂളയിലിട്ടു. അത് നമുക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവും, എളുപ്പമുള്ളൊരു കാര്യമാണ്. പ്രോവറ്റിക്കൽ സ്റ്റഡിയിൽ ഇപ്പോൾ അത് ആവശ്യമില്ല. 4-ാം അധ്യായവും അങ്ങനെ തന്നെ. കാരണം അത് ആകാശത്തോളം എത്തുന്ന വൃക്ഷത്തിൻ്റെ ദർശനം, നെബൂഖദ്നേസറിനുണ്ടാകുന്ന ഒരു വിഭ്രമം, അയാൾക്കുണ്ടാകുന്ന ദൈവിക ശിക്ഷ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ 5-ാം അധ്യായം സുപ്രധാനമാണ്. 5-ാം അധ്യായം സുപ്രധാനമാണ്. പക്ഷെ അത് കാര്യമായിട്ടിപ്പോൾ നമ്മൾ പോകേണ്ട അവിടെയും. കാരണം മറ്റൊന്നല്ല, ഇന്നലെ പറഞ്ഞ അതാണ്. എളുപ്പമാകാനാണ് ഈ ഒരു ശൈലി നമ്മൾ സ്വീകരിച്ചത്. മനസ്സിലാകുന്നോ? പക്ഷെ 6 മുതൽ കളി മാറാൻ പോവാണ്. കാരണം 3-ാം സാമ്രാജ്യത്തെക്കുറിച്ച് പറയാൻ പോവാം. അതിനാണ് പക്ഷെ സാമ്രാജ്യം 1 നല്ല രീതിയിൽ മനസ്സിലായി എന്ന് ഞങ്ങൾ ധരിക്കുന്നു. ബാബിലോൺ അത്ര കാര്യമായിട്ട് 2-ാം സാമ്രാജ്യം മനസ്സിലായിട്ടില്ല. മീഡോ പേർഷ്യ മനസ്സിലായിട്ടില്ല. ദാനിയേൽ അനുഭവിച്ച 1-ാം സാമ്രാജ്യത്തിൽ രാജാവ് കണ്ട സ്വപ്നം, ആകാശത്തോളം എത്തുന്ന വൃക്ഷത്തിൻ്റെ ദർശനം, ഇവയായിരുന്നു സുപ്രധാനം. ആകാശത്തോളം എത്തുന്ന വൃക്ഷത്തിൻ്റെ ദർശനത്തിന് പ്രവചന പ്രാധാന്യമില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആ വഴി വിടുന്നു. 5-ലെ ഭാഗം ചരിത്ര പ്രാധാന്യമാണ്. ബാബിലോണിൻ്റെ പതനം, അതും നമ്മൾ നന്നായിട്ട് ഇന്നലെ രാത്രി എക്സ്പ്ലെയിൻ ചെയ്തു. തുടർന്ന് 6-ന്റെ 1-ലേക്ക് നമ്മൾ കടക്കുന്നു. വായിക്കാം. കാരണം നമുക്ക് വെളിപ്പാടിലേക്ക് ചെല്ലാനുണ്ട്. അധികം നീട്ടിക്കൊണ്ടു പോകാനൊക്കില്ല. അങ്ങനെ വായിക്കാം. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 5-ന്റെ അവസാനത്തെ ഭാഗം വായിച്ചാട്ടെ. 5-ന്റെ ലാസ്റ്റ് വൺ. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. കൽദയ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. ഇന്നലെ പറഞ്ഞു. മേദ്യനായ ദരിയാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. മേദ്യനായ ദാരിയൂസ് ആരാന്ന് മനസ്സിലായല്ലോ? നമ്മുടെ അമ്മായിപ്പൻ, മറ്റേ കക്ഷിയുടെ പ്രായമുള്ള മനുഷ്യർക്ക് ഒരു പദവി കൊടുത്ത് നമ്മളൊക്കെയാണ് എവിടെയും ഒതുക്കുക പതിവ്. പക്ഷെ ഇതങ്ങനല്ല. മറിച്ച് എന്ത് ചെയ്ത് അപ്പച്ചൻ ആദ്യം ഭരിച്ചോട്ടെന്ന് വെച്ചു. അപ്പച്ചൻ്റെ 62-ാം വയസ്സിൽ ഭരണത്തിന് കയറി. അപ്പച്ചൻ മരിച്ചപ്പോൾ ഈ മേദ്യയും പേർഷ്യയും ലയിപ്പിച്ച് നമ്മുടെ ദാരിയാവേശ് ഭരണം ആരംഭിച്ചു. നമുക്കിപ്പോൾ ഈ 4 ബിംബത്തിൻ്റെ ഭാഗമാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇച്ചിരി മുമ്പോട്ട് പോകണം. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ
ദാനിയേലിന് സിംഹക്കുഴി ഒരുക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുന്നത്. നമുക്ക് അവിടുന്ന് മുമ്പോട്ട് പോകണം എങ്കിലേ ഈ 2-ാം സാമ്രാജ്യത്തിൻ്റെ തകർച്ചയും വയറ് എന്ന് പറയുന്ന ഭാഗവും കൂടെ പഠിക്കാൻ പറ്റൂ. അതിലേക്ക് പോകാൻ നമുക്ക് 7-ാം അധ്യായത്തിലേക്കൊന്ന് ചാടിക്കയറണം. വായിച്ചാട്ടെ, തിരിച്ചു വരും നമ്മൾ. വായിച്ചു. ബാബേൽ രാജാവായ ബേൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. 5-ന്റെ അവസാനം നമ്മൾ പറഞ്ഞ എന്താ? ദാര്യാവേശം മരിച്ചു, കൊല്ലപ്പെട്ടു. പക്ഷെ 7-ന്റെ 1-ലെന്താ പറയുന്നത്? എന്താ പറയുന്നത്? ബേൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ. കണ്ടോ, അവൻ്റെ കേസ് കേട്ട് ഏതാണ്ട് 5-ാം അധ്യായത്തിൻ്റെ അവസാനം തീർന്ന, പക്ഷേ 7-ാം അധ്യായത്തിൽ വീണ്ടും പറഞ്ഞെന്താ അവൻ്റെ കാര്യം. ഇപ്പം എന്താ പറ്റി അങ്ങനെ? അങ്ങനെ ചെല്ലു പറഞ്ഞ പുസ്തകത്തിൻ്റെ ഓർഡർ തെറ്റിയെന്ന. പുസ്തകത്തിൻ്റെ ഓർഡറല്ല, വായിച്ചവൻ്റെ തലയുടെ ഓർഡറാണ് തെറ്റിപ്പോയത്. കാരണം ബൈബിളിന് അങ്ങനെ ഓർഡറിന് തെറ്റുമൊന്നും വരത്തില്ല. ദാനിയേൽ പുതിയൊരു രാജ്യത്ത് എന്നോർത്ത് പഴയൊരു കാര്യം പറയരുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ കേരളത്തിലായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞ പാവാണോ? ബേൽശസ്സറിൻ്റെ 1-ാം ആണ്ടിൽ എനിക്കൊരു ദർശനം ഉണ്ടായി എന്ന് അടുത്ത സാമ്രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് പഴയൊരു കാര്യം പറയുന്നതിനകത്ത് എന്താ അതിശക്തി? മനസ്സിലായില്ലേ? അത്ര എളുപ്പം, അത് അത്രേ ഉള്ളൂ. അതിന് ചെല്ലു പറഞ്ഞു ഓർഡർ തെറ്റിപ്പോയി, ഈ കാര്യം അപ്പുറത്ത് വരേണ്ടതാ. ആ പുള്ളിക്ക് മനസ്സിലായില്ലെന്നോർത്ത് അതങ്ങ് പറഞ്ഞാൽ പോരെ. പിടികിട്ടിയോ? ബേൽശസ്സറിൻ്റെ 1-ാം ആണ്ടിൽ എനിക്കൊരു ദർശനമുണ്ടായി എന്നത് നമ്മൾ പറഞ്ഞു തരുന്നത് ദാര്യാവേശ് ഭരിക്കുന്ന രാജ്യത്ത് വെച്ചാണെന്നേ ഉള്ളൂ. അതാ സംഭവം. ഇനി ബാക്കി വെച്ചു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങളുണ്ടായി. അവൻ സ്വപ്നമെഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. കടലിന് നേരെ 4 കാറ്റടിക്കുന്നു, 4 ദിക്കിൽ നിന്ന് 4 കാറ്റ്. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ, തമ്മിൽ യോജിപ്പില്ലാത്ത 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. സമുദ്രത്തിൽ നിന്ന് 4 മഹാമൃഗങ്ങൾ കരയേറി വന്നു. പിന്നെ 1-ാമത്തേത് സിംഹത്തോട് സദൃശ്യവും. 4-ാം വാക്യല്ലേ വായിക്കുന്നേ? ആണോ? അതെ. 1-ാം മൃഗം സിംഹസദൃശ്യം. അവിടെ നിൽക്കട്ടെ, 5-ാം വാക്യം വായിച്ച്. രണ്ടാമത് കരടിയോട് സദൃശ്യമായ മറ്റൊരു കണ്ടു. 6-ാം വാക്യം വായിച്ച്. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. 7-ാം വാക്യം വായിച്ച്. ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. 4 മൃഗങ്ങളുടെ പേരങ്ങ് പഠിക്കാനാണ് ഇങ്ങനെ വാക്യം എണ്ണി അങ്ങ് പോയത്. 1 സിംഹസദൃശ്യം, 2 കരടി. കരടി നമുക്ക് കാര്യമായിട്ട് പഠിക്കണം, ഒരു പാർശ്വം ഉയർത്തി നിൽക്കുന്ന കരടി. 3 പുള്ളിപ്പുലി. 4 ഘോരവും ഭയങ്കരവുമായ ഇരുമ്പ് പല്ലുള്ളൊരു മൃഗം. പേരിടാൻ പറ്റുന്നില്ല മൃഗത്തിൻ്റെ. ഇപ്പം മനസ്സിലായോ? ഇത് നോർത്ത് ഈ ക്രമം. സിംഹമാണ് 1-ാം മൃഗം. 2-ാം മൃഗം ഒരു കരടി. 3-ാം മൃഗം പുള്ളിപ്പുലി. 4-ാം മൃഗം ഘോരവും. ഈ ഘോരവും ഭയങ്കരവും എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു നമ്മുടെ ഒരു മന്ത്രി പറയുന്ന കാര്യം എടുത്താൽ മതി. ക്രൂരവും പൈശാചികവുമായ ഒരു മൃഗം എവിടെ കണ്ടു? 4-ാം മൃഗം. മനസ്സിലായോ? അങ്ങനെ എത്ര മൃഗങ്ങളാണാകെ? 4 മൃഗങ്ങൾ. അതിൻ്റെ വ്യാഖ്യാനം 7-ന്റെ ബാക്കി മുതൽ അങ്ങ് വായിച്ചോളൂ. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. പിന്നെ അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. പിന്നെ അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഒത്തിരി ഉണ്ട് ഈ സംഭവം. 10 കൊമ്പ്. മഹാശല്യമുള്ളൊരു മൃഗമാണ്. ഡീപ്പ് സ്റ്റഡി വരുന്നുണ്ട്, നമുക്ക് അന്നേരം പറയാം. പക്ഷെ ഒരു കാര്യം, ഈ 4 മൃഗങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പഠിക്കാൻ വിഷമമുള്ള കാര്യമൊന്നുമല്ല, ഒരു പ്രയാസമില്ല. എന്താ കാര്യം? ഈ മൃഗങ്ങളുടെ കാര്യം ഓർത്താൽ ബാക്കി നമുക്ക് എളുപ്പമാണ്.
നമ്മൾ ഈ മാച്ച് ദ ഫോളോയിങ് എന്നൊക്കെ പറയുന്ന പോലെ ചേരുമ്പഴി ചേർക്കുക എന്നുള്ള ഇത് എന്ന് വെട്ടി ഒട്ടിച്ച ആ സംഗതി എളുപ്പമായി. രാജാവ് കണ്ട ബിംബത്തിൻ്റെ 4 പാർട്സുകളോട് ചേർത്ത് 4 മൃഗങ്ങളെ ഒട്ടിച്ചു വെച്ചാൽ കളി എളുപ്പമായി. പഠിച്ചു കഴിഞ്ഞ് നമ്മൾ രാജാവ് കണ്ട സ്വപ്നത്തിലെ തങ്കം കൊണ്ടുള്ള തലയും ദാനിയേൽ 7 കണ്ട കടലിൽ നിന്ന് കരേറി വന്ന സിംഹവും ഒരേ കാര്യം, ഒരേ ആശയം, ഒരേ വിഷയം. സിംഹരാജനാകുന്ന ഉലകത്തിൻ്റെ അക്കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രാജ്യമാകുന്ന ബാബിലോൺ തന്നെയാണ് ഇതിൻ്റെ മീനിങ്. ഒരു പാർശ്വം ഉയർത്തി നിൽക്കുന്ന പുള്ളിപ്പുലി, കരടി. ആ 3 അസ്ഥിയും കടിച്ചു പിടിച്ചാൽ വരുന്നത് സിറിയയൊക്കെ തോൽപ്പിച്ചു വരികയാണ്. അങ്ങനെ കയറി വരുന്ന ആ മൃഗം മീഡോ പേർഷ്യൻ എംപയറാണ്. അതിലൊരു പാർശ്വം ഉയർന്നു നിൽക്കാൻ കാരണം മേദ്യനായ കോരേശിൻ്റെ ദാര്യാവേശിൻ്റെ ആ ഭരണം അല്പം ദുർബലവും ഒരു ഭാഗം കരുത്തു കാട്ടി വന്നത് മരുമകൻ ഭരിക്കുന്ന ഘട്ടമാണ്. അങ്ങനെ 2ാം ഭാഗം രാജാവ് കണ്ട ബിംബത്തിൻ്റെ നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ള ഭാഗം. 3ാമത് കണ്ടത് പുള്ളിപ്പുലി. അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന പുള്ളിപ്പുലി മഹാനായ അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യമാണ്. വിശദീകരണം പിന്നാലെ വരുന്നു. 4ാമത് കണ്ട ഇരുമ്പ് പല്ലുള്ള ഘോരമൃഗം 10 കൊമ്പതിനുണ്ടെങ്കിൽ 10 വിരലുള്ള കാൽപാദമാണ്. അപ്പുറത്ത് കണ്ട റോമൻ ഭരണകൂടമാണ്. ചുരുക്കത്തിൽ എളുപ്പമാകുന്നു നമ്മുടെ പഠനം. ദാനിയേൽ ചാപ്റ്റർ 2 ആൻഡ് ചാപ്റ്റർ 7, the 2 chapters are parallel. 2 സമാന്തര അധ്യായങ്ങളാണ്. ഒരേ കാര്യം, ഒരേ വിഷയം, ഒരേ വ്യാഖ്യാനം, ഒരേ വസ്തുത. പക്ഷെ കാണുന്നത് 2 പേര്. 2 വിധത്തിൽ കാണുന്നു. അർത്ഥം ഒന്ന് തന്നെ. മനസ്സിലായോ? രണ്ടും ഒന്ന് തന്നെ. നമ്മളിതിൽ നന്നായി പഠിച്ചത് ബാബിലോണിയൻ്റെ കാര്യമാണ്. അടുത്തതും അതേ വിധം പഠിക്കേണ്ടതാണ്. 2-3 പരിമിതികൾ നമുക്കുണ്ട്. ഒത്തിരി ചരിത്രം പറഞ്ഞാൽ നിങ്ങൾക്കത് മുഷിയും, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ തീരെ പറയാതിരിക്കാനും വയ്യ. കാര്യങ്ങളുടെ അർത്ഥം അത് ഗ്രഹിച്ചേ പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒന്നുകൂടി സ്പീഡിൽ മുമ്പോട്ട് പോവാണ്. എന്നിട്ട് തിരിച്ചു വരും. ഈ പോയ പോലെ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് തൽക്കാലം 3ാം സാമ്രാജ്യത്തിലേക്ക് കയറാം. എങ്കിലേ 2 ശരിക്ക് പഠിക്കാൻ പറ്റൂ. മനസ്സിലായോ? മീഡോ പെർഷ്യ, ബാബിലോൺ, മീഡോ പെർഷ്യ. ഇനി നമ്മൾ അങ്ങോട്ട് പോവാം, ഗ്രീസ്. അങ്ങോട്ട് പോയിട്ടിഞ്ഞ് വരാം. സന്തോഷമാണോ? ഇനി അതേക്കുറിച്ച് പറയാം. ഈ മാസിഡോണിയ ഭരിച്ച ഒരു രാജാവുണ്ടായിരുന്നു. അയാളുടെ പേര് ഫിലിപ്പ് എന്നായിരുന്നു. മഹാനായ ഫിലിപ്പ്. ഈ ഫിലിപ്പ് രാജാവിൻ്റെ മകൻ്റെ പേരാണ് അലക്സാണ്ടർ. ബുദ്ധിശക്തിയിലും പ്രാപ്തിയിലുമൊക്കെ ഒരു അമാനുഷിക പ്രതിഭയെപ്പോലായിരുന്നു ബാല്യം മുതൽ അലക്സാണ്ടർ. അലക്സാണ്ടറുടെ അന്നത്തെ കാലത്തെ പ്രസിദ്ധനായ അരിസ്റ്റോട്ടിലിൻ്റെ പാഠശാലയിൽ അപ്പൻ വിട്ടു പഠിപ്പിക്കാൻ. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൻ്റെ കലാലയത്തിൽ നിന്ന് തത്വചിന്ത, ഗണിതം, സംഗീതം, യുദ്ധം, രാഷ്ട്രമീമാംസ, തർക്കശാസ്ത്രം ഇവയെല്ലാം അലക്സാണ്ടർ നന്നായി പഠിച്ചു. ചില മലയാളം അല്പം കട്ടിയാണ്. അദ്ദേഹം പഠിച്ചത് എന്തൊക്കെയാണ്? ഗണിതം, അരിത്തമാറ്റിക്സ്, ഫിലോസഫി, ദെൻ പൊളിറ്റിക്കൽ സയൻസ്, ഇവയെല്ലാം നന്നായിട്ട് പഠിച്ചു. 12 വയസ്സേ പ്രായമുള്ളപ്പോൾ അതേ ഒരു ദിവസം ഒരു സംഭവം. അപ്പനായ ഫിലിപ്പ് രാജാവ് അടുത്തടുത്ത രാജ്യങ്ങളൊക്കെ ആക്രമിച്ച് കൂട്ടിച്ചേർത്തു. വിജയം ആഘോഷിച്ചുല്ലസിച്ച് വീഞ്ഞു കുടിച്ചിരിക്കെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാതെ പിണങ്ങി 12 വയസ്സുള്ള അലക്സാണ്ടർ മാറിയിരുന്നു. ആളെ അയച്ച് അലക്സാണ്ടറെ വരെ ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ, വിഷമിക്കുന്ന എന്തിനാ? അപ്പം അദ്ദേഹം പറഞ്ഞു, അങ്ങെന്തായി ചെയ്യുന്നേ? നാളെ ഒരിക്കൽ ഈ ഗ്രീസിൻ്റെ രാജാവാകുമെന്ന്, മാസിഡോണിയുടെ രാജാവാകുമെന്ന് അങ്ങനോട് പറഞ്ഞിട്ടുണ്ട്. നേരോ? ഓ, നീ ആ രാജാവ്. പക്ഷേ
അങ്ങ് ഈ അടുത്തടുത്ത രാജ്യങ്ങളെല്ലാം യുദ്ധം ചെയ്ത് ഇങ്ങനെ പിടിച്ചാൽ ഞാൻ പിന്നെ എന്തിനാ രാജാവാകുന്നത്? എനിക്ക് യുദ്ധം ചെയ്യാൻ ഒരു രാജ്യമില്ല. അപ്പോൾ തന്നെ തൻ്റെ ഗുരുവായ അരിസ്റ്റോട്ടലിനെ വരുത്തിയിട്ട് ഇവനൊരു അറ്റ്ലസ് കൊടുക്കാൻ പറഞ്ഞു. ഗ്രീക്കിലൊരു ദേവൻ്റെ പേര് കൂടിയാണ് അറ്റ്ലസ്. മനസ്സിലായല്ലോ? മാപ്പ്, ഭൂമിയുടെ ദേവൻ. മനസ്സിലായോ? അറ്റ്ലസ് എന്താണെന്ന് പിടികിട്ടിയോ? ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. പോട്ടെ. അപ്പോൾ ഈ അറ്റ്ലസ് കണ്ടുകിട്ട് പറഞ്ഞു, കുഞ്ഞേ, ലോകം മാസിഡോണിയ അല്ല. ഇത്രയും സ്ഥലങ്ങൾ ലോകത്തുണ്ടെന്ന് കണ്ട അലക്സാണ്ടർ അമ്പരന്നു. അയാൾ അന്ന് മുതൽ ഈ സ്ഥലങ്ങളുടെ കാലാവസ്ഥ, പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ച് അങ്ങനെ പഠിച്ചിരുന്നിട്ട് അധികാരത്തിലേറി തൻ്റെ ആഗ്രഹം ലോകം മുഴുവൻ തൻ്റെ കാൽ കീഴ് വരണം, ലോകം മുഴുവൻ പിടിച്ചെടുക്കണം. അതിന് വ്യത്യസ്തങ്ങളായ യുദ്ധരീതികൾ അവലംബിച്ചെങ്കിലും അലക്സാണ്ടർക്ക് ചില പ്രശ്നങ്ങൾ നേരിട്ടു. ഓരോ രാജ്യങ്ങൾ യുദ്ധം ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ ചില രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ആൾ മരിച്ചു പോവുക. കാരണം കഠിന തണുപ്പോ കഠിന ചൂടോ കാലാവസ്ഥയോട് പടയാളികൾ പൊരുത്തപ്പെടുന്നില്ല. ഭക്ഷണം പോരാ. അവിടുത്തെ അലക്സാണ്ടർ നേരിടാൻ ചെയ്ത വിദ്യ, കൂടുതൽ പണം കൊടുത്തും പാരിതോഷികങ്ങൾ കൊടുത്തും അവിടുത്തുകാരെ വിലയ്ക്ക് വാങ്ങി തൻ്റെ ഒപ്പം ചേർത്തു. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഉത്തരവിടുന്ന ക്യാപ്റ്റൻ തൻ്റെ വിശ്വസ്തനായിരിക്കണം. അതും വിജയിച്ചില്ല. കാരണം ഇദ്ദേഹം ഉത്തരവിടും, കേൾക്കുന്നവനൊന്നും മനസ്സിലാകുന്നില്ല. എന്തായിരിക്കും കാര്യം? ഭാഷ ഒരു പൊതു പ്രശ്നമായിട്ട് ആരംഭിച്ചത് മിനിങ്ങാൻ നമ്മൾ പഠിച്ചു. എവിടെയാ ഭാഷ കലങ്ങിയത്? നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് ഈ ടൗണിലൊക്കെ നിന്ന ഭാഷ കലങ്ങുന്ന കേൾക്കാമായിരുന്നു. ഇപ്പോൾ അതൊക്കെ സർക്കാർ ഒത്തിരി ക്രമീകരണം വരുത്തിയിട്ടുണ്ട് അല്ലേ? മദ്യപിച്ചിട്ടൊക്കെ ആളുകൾ. ബാബിലോണി മാത്രമല്ല, നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഈ ഭാഷ കലങ്ങും മുമ്പ് വരെ മനുഷ്യർക്കല്ല ഒറ്റ ഭാഷ. മനസ്സിലായല്ലോ? സകല ഭാഷയും ഒരു ഭാഷയിൽ നിന്നുണ്ടായതാ. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിളും നരവംശ ശാസ്ത്രമല്ല ഇതാ പഠിപ്പിക്കുക. അതിന് തെളിവുണ്ട്. തൽക്കാലം ഒരു തെളിവ് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം എന്താ ചെയ്യുന്നത്? പേര് ചോദിക്കും, അതല്ലേ? പേര് എന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? നെയിം. ഹിന്ദിയിൽ എന്താ പറയുക? നാം. സംസ്കൃതത്തിൽ എന്താണെന്നറിയാമോ? നാമം. ആട്ടെ, അറബിക്കിൽ എന്താ? ഇസ്മ. ഹീബ്രുവിൽ എന്താണെന്നറിയോ? ഇപ്പം പ്രയാസമുള്ളൊരു പേരാ ഷെയിം. ഷെയിംലെസ് പേഴ്സൺ ഈസ് എ ഷെയിംലെസ് പേഴ്സൺ. ഹീബ്രുവിൽ ഷെയിം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ അർത്ഥമല്ല, പിന്നെന്താ? നാമം. അപ്പം ഷെയിം, നെയിം, ഇസ്മ, നാമം. ഗ്രീക്കിൽ പറയും ഒനോമ. ഒനോമ ഇസൂസ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എന്നോമ, ഒനോമ, നെയിം, നാം, നാമം, നെയിം എല്ലാം ഉണ്ടായതിന് ശബ്ദം കൊണ്ട് ഒരു പൊതു ഉറവിടമില്ലേ? ഉണ്ടോ? അവിടെ നിന്ന് ഇങ്ങനെ പിരിഞ്ഞ് പോരുന്ന. ഒന്നുകൂടി പറഞ്ഞോടെ വിട്ടേക്കാം. ഒന്ന് എന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? വൺ. ഈ വൺ എങ്ങനെ എഴുതുക? ONE. ONE എന്ന് എഴുതിയിട്ട് ഒന്നേന്ന് വായിക്കാവോ നോക്കി? ONE, ഒന്ന്. വൺ. പറ്റുമോ? ഇങ്ങനെ ഒന്നും രണ്ടും അല്ല, 156 പദം ഞാൻ ഇങ്ങനെ പഠിച്ചു വച്ചിട്ടുണ്ട്. മറ്റൊരവസരത്തിൽ പറയാം. പദങ്ങൾ തമ്മിൽ കൊണ്ടും കൊടുത്തും വളർന്നു. പിടികിട്ടിയോ? കൊണ്ടും കൊടുത്തും വളർന്ന. നമ്മൾ മലയാള പദങ്ങൾ പോലും ഈ യഹൂദന്മാർ കൊടുത്തിട്ടുണ്ട്. യഹൂദന്മാരുടെ പദം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി തരാൻ പറയില്ലേ? ബാക്കി അറബി പദ. തർക്കമുണ്ടെങ്കിൽ കച്ചേരി പോകുമെന്ന് പറയില്ലേ?
അറബിപ്പതവ, അറബി, എബ്രായ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ എല്ലാ ഭാഷയും കൊണ്ടും കൊടുത്തും വളർന്നതാണ്. പക്ഷേ അലക്സാണ്ടറുടെ കാലത്ത് ഭാഷ ഒരു പ്രശ്നമായപ്പോൾ ഇയാൾക്കിതൊന്ന് പരിഹരിക്കണം. അങ്ങനെ പരിഹരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോകത്തിന് തൻ്റെ ആധിപത്യത്തിന് കീഴിൽ ഒരു ഭാഷയേ പാടുള്ളൂ. അത് തൻ്റെ മാതൃഭാഷയാകുന്ന ഗ്രീക്കായിരിക്കണം. ഗ്രീക്ക്. അതിനൊരു പ്രശ്നം. ഈ ഗ്രീക്ക് ഭാഷ തന്നെ പല ഭാഗങ്ങളായി പിരിഞ്ഞ് ഒരു ഭാഷ രൂപവൽക്കരിച്ചു. ഭാഷയ്ക്കൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കി. എന്തിന്? നമ്മുടെ മലയാളം പോലും ചിലയിടത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുമോ? ഇല്ല. തൃശ്ശൂരുകാരുണ്ടോ അവിടെ? അവരോട് നമ്മൾ വരുന്നോ യോഗത്തിന് വെച്ചാൽ പറഞ്ഞ എങ്ങനെയോ വരില്ല. അത് എറണാകുളത്തോട്ട് കയറുമ്പോൾ അവർ പറയും വരൂലാന്നേ. അവിടുന്ന് നേരെ നമ്മൾ കോട്ടയത്ത് നേരം കൊണ്ട് അവർ പറയും വരില്ല. കോട്ടയം വിട്ട് പത്തനംതിട്ട എത്തുമ്പോൾ പറയും വരത്തില്ല. എവിടെ തുടങ്ങി? വരില്ല, വരൂല, വരില്ല. ഒടുവിൽ പത്തനംതിട്ട ഇപ്പം എന്തായി? ഒരു ഇത്താ കുട്ടിച്ചെറുത്തു, വരത്തില്ല. ആലപ്പുഴ എത്തുമ്പോൾ കളി മാറി, വരത്തില്ല, വരത്തില്ല, വരത്തില്ല. എന്തൊരു പ്രയോഗമാണ്! എനിക്കിങ്ങനെ 14 ജില്ല വഴി നടക്കുന്നുണ്ട്. അത്യാവശ്യം ഒരുത്തപ്പെട്ടത്തേക്ക് ശൈലി അറിയാം. ചുരുക്കി പറഞ്ഞാൽ മലയാളം ഒറ്റ ഭാഷയോട് നമ്മൾ ഈ പണിയെല്ലാം കാണിച്ചേ. അപ്പോഴാ വിശാലമായ ഗ്രീക്ക് സാമ്രാജ്യത്തിൽ പലതരം പദങ്ങൾ, പലതരം ശൈലികൾ. ഒടുവിൽ അലക്സാണ്ടർ ഒരു യൂണിഫോമിറ്റി വരുത്തിക്കൊണ്ട് ഗ്രീക്ക് ഭാഷയ്ക്ക് ഒരു നവോത്ഥാനമുണ്ടാക്കി. അങ്ങനെ അലക്സാണ്ടർ രൂപവൽക്കരിച്ചെടുത്ത ആ ഭാഷയ്ക്ക് ഒരു പേര് പറയും, കൊയ്നെ ഗ്രീക്ക്. എങ്ങനെ? കൊയ്നെ ഗ്രീക്ക്. കൊയ്നെ മീൻസ് കോമൺ, കോമൺ ഗ്രീക്ക്. അതിനു മുമ്പ് ആറ്റിക് ഗ്രീക്ക്, ഡോറിക് ഗ്രീക്ക്, ഇങ്ങനെ ഒത്തിരി ഗ്രീക്കുണ്ട്. നമുക്ക് അത്യാവശ്യം ഒറ്റ ഒരെണ്ണം മതി. എന്തെന്നാ? കൊയ്നെ ഗ്രീക്ക്. പിടിയിട്ടല്ലോ? കൊയ്നെ ഗ്രീക്ക്. ഈ കൊയ്നെ ഗ്രീക്ക് അങ്ങോട്ട് പഠിപ്പിച്ചില്ലേ? ആളുകളെ പഠിപ്പിച്ച് ലോകം മുഴുവൻ ഇതങ്ങ് പ്രചരിച്ചപ്പോൾ ഗ്രീക്ക് ബിക്കെയിം ദ ലിംഗ്വ ഫ്രാങ്ക്വ ഓഫ് ദി ഏൻഷ്യൻ്റ് ടൈം, ജസ്റ്റ് ലൈക്ക് അവർ ഇംഗ്ലീഷ്. ഇന്ന് ഇംഗ്ലീഷ് എന്ന വണ്ണം പൗരാണിക കാലത്തിൻ്റെ ലിംഗ്വ ഫ്രാങ്ക്വ, കോമൺ ലാംഗ്വേജ്, മുഖ്യ സമ്പർക്ക ഭാഷയായിട്ട് ഗ്രീക്ക് വളർന്നു. ഒരു ഭാഷയ്ക്ക് കീഴിലാക്കി. മനസ്സിലായോ? അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു ചെറിയ പ്രശ്നം. ഈ അലക്സാണ്ടർ പോയിടത്തല്ല യുദ്ധം ചെയ്ത് ഭാഷയും വ്യാപിപ്പിച്ചു, തൻ്റെ സംസ്കാരവും വ്യാപിപ്പിച്ചു. അങ്ങനെ നമ്മൾ ഏത് കാര്യം ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചാലും അവിടെല്ലാം ഗ്രീക്ക് പഠിക്കണം. ഗ്രീക്ക് പദം പഠിക്കാത്ത ഒറ്റ ശാസ്ത്രവും ലോകത്തില്ല. എന്തിന് സയൻസ്? ബയോളജി. ബയോസ് പ്ലസ് ലോഗോസ്. എന്താ അർത്ഥം? ബയോസ് അർത്ഥം ജീവൻ, ലോഗോസ് അർത്ഥം ശാസ്ത്രം. ഗ്രീക്കാണ്. കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോലല്ലോ, കാർഡിയ, അത് ഹാർട്ടിൻ്റെ ഗ്രീക്ക് വേർഡാണ്. ഞാൻ നിൻ്റെ ഹൃദയങ്ങളെയും ഉൾഭൂവുകളെയും അറിയുന്ന ദൈവം, അവിടെ ഹൃദയത്തിന് കാർഡിയ. ഉൾഭൂവ് എന്നെഴുതിനടുത്ത് പറയുക നെഫ്രോണിനെ അറിയുന്ന ദൈവം. നെഫ്രോൺ മനസ്സിലായല്ലോ? ന്യൂറോൺ, നെഫ്രോൺ, പിന്നെ കാർഡിയ, തനാട്ടോസ്, ഇതെല്ലാം ഗ്രീക്ക് പേരുകളാണ്. ചുരുക്കി പറഞ്ഞാൽ വൈദ്യശാസ്ത്രമാകട്ടെ, ഇന്ന് മനുഷ്യൻ വ്യവഹരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഗ്രീക്ക് സ്വാധീനമുറപ്പിച്ചു. കാരണക്കാരനാരാ? മഹാനായ അലക്സാണ്ടർ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യം മറക്കരുത്. ഏത് കാര്യം? ലിംഗ്വ ഫ്രാങ്കോ ഒക്കെ പോകട്ടെ. എന്താ മറക്കാൻ പാടില്ലാത്ത? അലക്സാണ്ടർ ഭാഷയ്ക്കൊരേകീകരണമുണ്ടാക്കി ലോകം മുഴുവൻ ഭരിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരുന്നു കൂടെ? ഓർത്തോ? അപ്പം നമുക്ക് മുമ്പോട്ട് പോവാം.
ലോകത്തെ മുഴുവൻ കാൽക്കീഴാക്കി ഭരിക്കാൻ അദ്ദേഹം ചിന്തിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ചരിത്ര കാര്യങ്ങളാണ്. നമുക്ക് ബൈബിളിലേക്ക് വരാം. അതല്ലേ എൻ്റെ സന്തോഷം. അല്ലേ സന്തോഷം പറയാം. സഹോദരങ്ങളെ, ഈ മഹാനായ അലക്സാണ്ടർ ജനിക്കുന്നതിൻ്റെ 300 കൊല്ലങ്ങൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന പ്രവാചകൻ ഈ അലക്സാണ്ടറുടെ തേരോട്ടങ്ങൾ, അയാളുടെ കുതിരപ്പടയുടെ കുളമ്പടി ശബ്ദങ്ങൾ, അയാളുടെ ആജ്ഞാശബ്ദത്തിൻ്റെ ഗർജനങ്ങൾ, അയാൾ സ്ഥാപിക്കുന്ന വിശാല സാമ്രാജ്യം ഒടുവിൽ തകർന്നടിഞ്ഞ് സ്വയം മരിച്ച് വല്ലാത്ത പ്രതിസന്ധിയിലകപ്പെട്ട അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ, രാജ്യം ഭരിക്കാൻ ആരുമില്ലാതെ, തലമുറയില്ലാതെ ഒരു ശിശുവാണെന്ന് പിന്നെ ഉള്ളത് അലക്സാണ്ടർക്ക് ഒരു കൊച്ചു കുട്ടിയാ മകനായിട്ടുള്ളത്. ആ മകൻ്റെ പക്കൽ രാജ്യഭേരമേൽപ്പിക്കാനാവാതെ അനാഥത്വത്തിൽ രാജ്യമാകുന്നത്, ഒടുവിൽ രാജ്യം 4 തുണ്ടുഭൂമിയായി വെട്ടിപ്പിളർന്ന് പല വഴിക്കായി പോകുന്ന കാഴ്ചയുമൊക്കെ ബൈബിൾ കൃത്യമായി പ്രവചിച്ചു 300 കൊല്ലം മുമ്പ്. മാത്രമല്ല, അലക്സാണ്ടർ എന്ന മനുഷ്യനെക്കുറിച്ച് 300 കൊല്ലങ്ങൾക്കപ്പുറത്ത് കൃത്യം പ്രവചിക്കാൻ ധൈര്യം കാട്ടിയ പുസ്തകം വിശുദ്ധ ബൈബിളാണെന്ന് മാത്രമല്ല, അലക്സാണ്ടർക്ക് വേണ്ടി ബൈബിളിലെ ഒരധ്യായം തന്നെ മാറ്റിവെച്ചു എഴുതാൻ. ആ അധ്യായം ഏതാന്ന് മറക്കണ്ട. ചാപ്റ്റർ 8, ദാനിയേൽ പ്രവചനം. എന്താ ചാപ്റ്റർ 8 നമ്മൾ കൊടുത്ത ഹെഡിങ്? ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും. അതിപ്പോൾ അലക്സാണ്ടർ ആണെന്ന് എങ്ങനെ പറയുന്നല്ലേ? ചുമ്മാ ഉപദേശി വ്യാഖ്യാനിച്ച് പറയുക എന്നുള്ള ഒരു ധാരണ കേൾക്കണ്ട. നമുക്കങ്ങോട്ട് പഠിച്ചു പോകാം. സന്തോഷമാണോ? അപ്പോൾ അതിലേക്ക് കിടക്കാം. സമയമാകുമ്പോൾ ഒരു സിഗ്നൽ തന്നാൽ മതി. അപ്പോൾ 8-ാം അധ്യായത്തിലേക്ക് വന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒന്ന് തീർത്തു പോകാൻ പറ്റുള്ളൂ. വായിച്ചോ. 8:1. ദാനിയേൽ എന്ന എനിക്ക് ആദിയിൽ ഉണ്ടായതിന്റെ ശേഷം ബേൽശസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ, അത് 3-ാം വർഷം, മറ്റേ 1-ാം ആണ്ടിലാണ്. ഇത് 3-ാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി. ഉണ്ടായിക്കോട്ടെ, വായിച്ചോ. ഞാൻ ഒരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ, ഏലാം സംസ്ഥാനം മനസ്സിലായല്ലോ. ഏലാം സംസ്ഥാനത്തിലെ എവിടെ? ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ. എസ്തേർ പിന്നെ പോയിരുന്നില്ലേ? ഇത് പേർഷ്യൻ രാജാക്കന്മാരുടെ ശൈത്യകാല രാജധാനിയാണ്. അവിടെ ദാനിയേലിരിക്കുമ്പോൾ ഈ ദർശനം കണ്ടു. ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ഞാൻ തല പൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ഞാൻ കണ്ടത് 2 കൊമ്പുള്ള ഒരാട്ടുകൊറ്റൻ കടൽ തീരത്ത് നിൽക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ ആട്ടുകൊറ്റൻ ആരാണെന്നറിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. ചുമ്മാ ഒരാട് നിൽക്കുന്നതെന്ന് പറയുന്നത് നമുക്കെന്താ കാര്യം? ആട് നിൽക്കുന്നതെല്ലാം വ്യാഖ്യാനിച്ച് പോയെങ്കിൽ നമ്മൾ വ്യാഖ്യാനിച്ച് മടുത്തന്നെ. ആരാണ് ഈ ആടെന്ന് അറിഞ്ഞിട്ട് മതി. അതുകൊണ്ട് ഈ വാക്യം വിടരുത്. കൈ അവിടെ വെച്ചുകൊണ്ടിരിക്കണം കുഞ്ഞെ. ഇപ്പം നമുക്ക് 20-ാം വാക്യത്തിലേക്ക് പോകാം. ആട് ആരാണെന്നറിയാം. ആരാണ് ഈ ആട്ടുകൊറ്റൻ? വായിച്ചോളൂ. 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസി രാജാക്കന്മാരെ കുറിക്കുന്നു. എളുപ്പമായില്ലേ? ഇത് പേർഷ്യയാണ്. എന്ന് വെച്ചാൽ അകശും അരോശും കോരേശും അതുപോലെ നമ്മുടെ ദാര്യാവേശുമൊക്കെ അടങ്ങുന്ന 2-ാം സാമ്രാജ്യത്തെ ഒരാട്ടുകൊറ്റനായിട്ട് പുള്ളി ദർശനത്തിൽ കാണുന്നു. പുള്ളി തന്നെ ഉത്തരവും പറഞ്ഞു, നിങ്ങൾ വ്യാഖ്യാനിച്ച് മടുക്കണ്ട. ഇതാരാണ്? പേർഷ്യ. ഇത് പേർഷ്യൻ ഭരണകൂടമാണ്. പിന്നെ അടുത്ത പരുപരുത്ത കോലാട്ടുകൊറ്റൻ. അല്ലല്ല, ബാക്കി ആദ്യ വായിച്ചതിന്റെ ബാക്കി. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. പേർഷ്യയുടെ പ്രത്യേകത കൊമ്പ് നീണ്ടതായിരുന്നു. പേർഷ്യൻ ഭരണകൂടത്തിന്റെ. അതാ ഞാൻ പറഞ്ഞ 2-ാം സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ മുമ്പോട്ട് പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. വായിച്ചു. ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത്. ഇതൊരു വിചിത്ര കൊമ്പ. ഒരു ചെറിയ കൊമ്പും ഒരു വലിയ കൊമ്പും ഇങ്ങനെ ഇരിക്കുക. ഒരു വികൃതിയുള്ള ഒരാട്. പിന്നെ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. ഒന്ന് മേദ്യയായിരുന്നു, ഒന്ന് പേർഷ്യയായിരുന്നു. പേർഷ്യ നീളം കൂടിയതായതുകൊണ്ട് കോരേശ് ഒടുവിലാണ് രാജസ്ഥാനത്തെത്തിയത്. അതുകൊണ്ട് അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. പിന്നെ ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും, മാസിഡോണിയക്ക് നേരെ വടക്കോട്ട് തിരിഞ്ഞ് അങ്ങോട്ടിടിച്ചു, തെക്കോട്ടിടിച്ചു. അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് യുദ്ധം ചെയ്ത് അടുത്തടുത്ത രാജ്യങ്ങളെ മുഴുവൻ വെട്ടിപ്പിടിച്ചു ഈ പേർഷ്യ. ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽക്കാൻ കഴിയാത്ത പേർഷ്യ കരുത്തുറ്റൊരു രാജ്യമായി മാറി. പിന്നെ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാകുന്നവനും ആരുമില്ല. അത് ഇഷ്ടം പോലെ ചെയ്തു വമ്പ് കാട്ടിപ്പോന്നു. കണ്ടോ? അങ്ങനെ വളർന്ന് നമ്മുടെ ഇന്ത്യ വരെ വളർന്നു. ബൈബിളിൽ ഇരിക്കില്ലേ ഇന്ത്യ വരെ അവർ വന്നെന്ന് അല്ലേ? എസ്തേർ 1:1 8:9 പറയുകയാണ്
ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ച അഹശ്വാരോഷ് ഇവൻ തന്നെ. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ മതി വീട്ടിൽ ചെന്ന്. കണ്ടിട്ടില്ല ആ ഭാഗം? ഇന്ത്യയെക്കുറിച്ച് ബൈബിളിൽ ഒരിടത്തെ പരാമർശമുള്ളൂ നേരിട്ട്, രണ്ടിടത്തെ പരാമർശമുള്ളൂ. എസ്തേർ 1:1, 8:9. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ച അഹശ്വാരോഷ്. ഒരതിര് അങ്ങ് എത്യോപ്യ ആണെങ്കിൽ അടുത്തത് ഇന്ത്യയാണ്. ഒന്ന് ഏഷ്യയുടെ അങ്ങ് ഏഷ്യ പസഫിക് മേഖലയാണെങ്കിൽ മറ്റൊന്ന് എവിടെയാണ്? അങ്ങ് ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. അവിടെ മുതൽ ഇത്രയും ഉലകമടക്കി ഭരിച്ച ഒരു ചക്രവർത്തിയായിരുന്നു അഹശ്വാരോഷ്. പേർഷ്യ ലോകം മുഴുവൻ വ്യാപിച്ചു. ഇടയ്ക്ക് ഈ പേർഷ്യക്കാരെ കുറിച്ചുകൂടി ഒന്ന് പഠിച്ചു പോകണം. ഇറാനാണല്ലോ പേർഷ്യ. രാഷ്ട്രർ, സൗരാഷ്ട്രർ. ഈ സൗരാഷ്ട്ര സ്ഥാപിച്ച മതം പേർഷ്യൻ മതം. അതിലൊരു ദേവനുണ്ട്. ആ ദേവസ്ഥ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ദേവൻ്റെ പേര്. പിന്നെ എങ്ങനെ? അഹുരമസ്ത, AHUR, അഹുര എന്ന് തൽക്കാലം പറഞ്ഞാൽ മതി. അഹുര, മനസ്സിലായോ? ഞാൻ ദേവൻ്റെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾക്കൊരു മടുപ്പ്. അപ്പോൾ അവിടുത്തെ പിശാചിൻ്റെ പേര് പറയാമോ? പേടിക്കരുത് മകളെ, നിൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം. നേരെ ഇരി അവിടെ. ഇന്ന് പകൽ രാത്രിക്കാലം മകളെ നീ ഇവിടെ ശ്രദ്ധിച്ചിരി, അലമ്പരുത്. അതുകൊണ്ട് ഈ അവിടുത്തെ പിശാചിൻ്റെ പേര് പറയുമ്പോൾ കുഞ്ഞ് വിഷമിക്കല്ലേ. അവിടുത്തെ ദേവൻ്റെ പേര് അഹുര, പിശാചിൻ്റെ പേര് അഹ്രിമാൻ. എങ്ങനെയാ? വിഷമിച്ചത് പറഞ്ഞൊരു പ്രയാസം ഉണ്ടാക്കണ്ട. എങ്ങനെയാ പേര്? അഹ്രിമാൻ. ഞാനിത് നല്ല കൃപയുള്ള ആൾക്ക് വേണ്ടി പറഞ്ഞാണ്. ആരെങ്കിലും ഈ ഇറാൻ വഴിയൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു പോര് വന്നാൽ ശാസിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വാത് കെട്ടി ബന്ധനമിട്ട് പോരാടുന്ന അഹ്രിമാനെയും അവൻ്റെ കോട്ടകളെയും നിങ്ങളുടെ മനോധർമ്മം പോലെ പറഞ്ഞോളൂ, അത്രേ ഉള്ളൂ. പോട്ടെ. അപ്പോൾ ഇവർക്കൊരു പ്രത്യേകത, ഈ അഹൂരമസ്ത ഈസ് ദ ഗോഡ് ഓഫ് ലൈറ്റ്, വെളിച്ചത്തിൻ്റെ ദേവനാണ്. അഹൂരമസ്തയെ ആരാധിക്കുന്നവർ വെളിച്ചത്തെയാണ് ആരാധിക്കുന്നത്. തീയൊക്കെ കത്തിച്ച് വെച്ച്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നമ്മുടെ രത്തൻ ടാറ്റയുമൊക്കെ ഈ പേർഷ്യൻ മതത്തിൻ്റെ ആളുകളാണ്. ടാറ്റ ഇന്ത്യയിലെ അത് പൊട്ടൊരു രസകരമായ മത. അവരാണ് ഇന്ത്യയിലേക്ക് ഈ ടൈപ്പുള്ള ഉടുപ്പ്, ഈ ജുബ്ബയൊക്കെ കൊണ്ടുവന്ന അവരാണ്. ജുബ്ബ, പേർഷ്യൻ പരവതാനികൾ, തബല എന്ന സംഗീതോപകരണം, ഹിന്ദുസ്ഥാനി സംഗീതം, ഇതെല്ലാം കൊണ്ടുവന്നത് ഈ പേർഷ്യക്കാരുടെ വരവ. അതിനൊരു ഘട്ടത്തിൽ പറയാം. പോട്ടെ. നല്ലൊരു സാമ്രാജ്യമാണ്. അപ്പോൾ അവരൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ വ്യാപിച്ചു കിടന്നു ലോകം മുഴുവൻ. ആട്ടുകൊറ്റൻ ഇഷ്ടം പോലെ ചെയ്തും വമ്പ് കാട്ടിയും പോന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ രാജാക്കന്മാർ കോരശുവൊക്കെ മരിച്ചപ്പോൾ ആ നല്ല മനുഷ്യരൊക്കെ മരിച്ചു ഒടുവിൽ രാജ്യമതപ്പതനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി. പേർഷ്യ അതിൻ്റെ അഹന്തയുടെയും ആ തിന്മയുടെയും മൂർധന്യ ഘട്ടത്തിലേക്ക് കടന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ രണ്ടാം സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് തൽക്കാലം അത് മതി. അടുത്തിലേക്ക് പെട്ടെന്ന് പോകണം. വായിച്ചാട്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ. അവൻ്റെ വരവ് ശ്രദ്ധിച്ചൊരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സകല സർവഭൂതലത്തിലും കൂടി വന്നു. സർവഭൂതലത്തിലും കൂടി നിലം തൊടാതെ വന്ന ഈ കോലാട്ടുകൊറ്റൻ ആരെന്നറിഞ്ഞിട്ട് ഒരടി നമ്മൾ മുമ്പോട്ട് വെക്കുന്നുള്ളൂ. അവിടെ കൈവച്ചുകൊണ്ടിരിക്കണം. കുഞ്ഞെ മാറ്റല്. നമുക്ക് 21-ാം വാക്യം വായിച്ച് അപ്പോൾ നമുക്ക് പിടികിട്ടും ആരാണ് ഈ കക്ഷി. പരുപരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും. ആരാ കക്ഷി? യവനൻ. യവനൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീക്ക്. ഈ ഗ്രീക്കുകാരാന്ന് വിളിച്ചപ്പോൾ എന്തിനാ യവനൻ എന്ന് വിളിച്ചേ? അതിന് കാരണമുണ്ട്. ഈ റോമക്കാർ ഗ്രീക്കുകാരെ വിളിച്ച പേരാ ആയോണിയന്മാർ. എങ്ങനെയാ? ആയോണിയൻ. അതിൻ്റെ അർത്ഥം പരിഷ്കാരി, സിവിലൈസ്ഡ്, നഗരത്തിൽ നിന്ന് വന്നവൻ, നാഗരികൻ. ഓക്കെ. റോമക്കാർ വിളിച്ചാണ് അവരെ. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ അറിവും ഗണിതശാസ്ത്രത്തിലും തത്വചിന്തയിലും ഒക്കെ ഉള്ള അവരുടെ മേധാവിത്വം നിമിത്തം വിളിച്ചാണ് ആയോണിയന്മാർ. ഈ ആയോണിയത്തിൽ നിന്ന് വന്നവൻ, നഗരത്തിൽ നിന്ന് വന്നവൻ എന്ന അർത്ഥത്തിൽ വിളിച്ച് നമ്മുടെ കേരളത്തിലെത്തിയപ്പോൾ അവനെ വിളിച്ചു യവനനെന്ന്. പിടികിട്ടിയോ? നമ്മൾ മാത്രമല്ല, പാട്ടിലേക്കുള്ള യവന കഥയെന്നോ ഓർമ്മയുടെ കവിതയിലുണ്ട്. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണൻ്റെ കഥയത്ര പഴകി. യവനൻ ഗ്രീക്കുകാരൻ, ഒരു യവന ഗോഡിൻ്റെ കാര്യമാണ്
ഭൂമിക്കൊരു ചരമഗീതത്തിൽ അദ്ദേഹം പാടുന്നത്. അപ്പോൾ യവനൻ എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹോട്ടലൊക്കെ അംബ്രോഷ്യ എന്നൊക്കെ പേര് കാണാം. ഒരു യവന ഫുഡിൻ്റെ പേരാണ്. യവന ഭക്ഷണം വളരെ ഫേമസ് ആണ്. യവന സുന്ദരി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അഫ്രോഡിറ്റസിൻ്റെ ഒക്കെ പേരാണ്, മിനർവയുടെ ഒക്കെ പേരാണ്. പോകട്ടെ. അപ്പോൾ ഗ്രീക്ക് ഒരു വലിയ രസകരമായ രാജ്യമാണ്, പഠിക്കാൻ അറിയുന്നുണ്ട്. അപ്പോൾ ഈ പരിപരുത്ത കോലാട്ട് കൊറ്റൻ യവന രാജാവാണ്, ഗ്രീക്ക് കിങ്ങാണ് ഈ വരുന്നത് എന്നാണ് ദാനിയേൽ പറഞ്ഞത്. ആട്ടുകൊറ്റനെയും കോലാട്ടുകൊറ്റനെയും മനസ്സിലായോ? ഒരാൾ പേർഷ്യ, ഒരാൾ ഗ്രീസ്. അർത്ഥാൽ രണ്ടാം സാമ്രാജ്യമാകുന്ന പേർഷ്യയും മൂന്നാമത് കണ്ട വയറാകുന്ന ഗ്രീക്കും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ കളമൊരുങ്ങുകയാണ്. ഇനി ആദ്യം വായിച്ചതിൻ്റെ ബാക്കി വായിക്കാം. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷം ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രക്രോധത്തോടെ ക്രുദ്ധിച്ചു ചെന്നു. പിന്നെ അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ പേർഷ്യക്ക് നേരെ അലക്സാണ്ടർ തേരോടിച്ചു ചെന്നു. പിന്നെ അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ചു, ആട്ടുകൊറ്റനോട് കോപിച്ചടുത്ത് ചെന്നു. പിന്നെ അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് രണ്ടും തകർത്തു, പാർസ്യയും നിശേഷം നശിപ്പിച്ചുകൊണ്ട് അലക്സാണ്ടർ തേരോട്ടം നടത്തി. പിന്നെ അതിന്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതിരുന്നു. മനസ്സിലായല്ലോ? പേർഷ്യ തോറ്റു, അലക്സാണ്ടർ ജയിച്ചു. ഈ പേർഷ്യ കൂടി വിഴുങ്ങിയപ്പോൾ വയറെന്ന അർത്ഥം എത്ര കറക്റ്റായി? മനസ്സിലായില്ലേ? വചനം മനസ്സിലായോ? അപ്പം 3 സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള ഏകദേശ ചിന്തകൾ നമ്മൾ അവതരിപ്പിച്ചു. അതിൽ ഗ്രീക്ക് ഇനിയും നമുക്ക് പറയാനുണ്ട്, അത് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അലക്സാണ്ടറുടെ തേരോട്ടം, അവൻ്റെ രാജ്യം തകരുന്നത്, അവൻ്റെ അന്ത്യനിമിഷങ്ങൾ, ഇതെല്ലാം കൃത്യതയോടെ തിരുവെഴുത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്ഭുതം തോന്നുന്ന വചനത്തിൻ്റെ ആഴവും സത്യവും മർമ്മങ്ങളും ഈ പ്രവചന പുസ്തകം മുഴുവൻ സമ്പന്നമായി കിടക്കുന്നു. നിങ്ങൾക്ക് ആദ്യ ദിനങ്ങളിൽ കണ്ട ആ ബുദ്ധിമുട്ട് ഒട്ടേറെ മാറിയിട്ടുണ്ട് എന്ന് ഞാൻ ധരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങൾ പഠനം കുറെ കൂടി ലളിതമായി തീരും. ഇന്ന് രാത്രി പിരിയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളുടെ, അതിലെ പ്രബലന്മാരായ ചക്രവർത്തിമാരുടെ അരക്കച്ചകളെ അഴിച്ച് നിശേഷം നശിപ്പിച്ച് ഉലകം മുഴുവൻ ഭരിക്കാൻ അജയ്യനായൊരു ചക്രവർത്തി കാലവിളംബമന്യേ നമുക്ക് വേണ്ടി പ്രത്യക്ഷനാകാൻ പോകുന്നു. ആ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവരും ഒരുമിച്ച് അവന് മഹത്വമർപ്പിച്ച് പിരിയാം. നമ്മുടെ കർത്താവ് വരാറായി. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്.